ശിവശങ്കര പാർവതി ഭ്രമണ നിലയേ നമോ നമഃ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി ഭ്രമണ നിലയേ നമോ നമഃ. സുന്ദരധര പിനാകധര ധര സുന്ദരധര പിനാകധര ധര ഗംഗാധര ധര ചർമാംബര ധര ഗംഗാധര ധര ചർമാംബര ധര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി ഭ്രമണ നിലയേ നമോ നമഃ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി ഭ്രമണ നിലയേ നമോ നമഃ. ഓം നമഃ ശിവായ. ഓം ഗം ഗണപതേ നമഃ. ഓം നമഃ ശിവായ. ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നമുക്ക് ശിവപുരാണത്തിലെ 5ാമത്തെ ഭാഗമായിട്ടുള്ള എന്താണ് ശിവം എന്നുള്ള കാര്യമാണ് ഇനി പാരായണം പറയാനുള്ളത്. അപ്പോൾ ശിവഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരത്തില് സംഹാരകാരകനായിട്ടും മംഗളകാരകനായിട്ടുമാണ് പറയപ്പെടുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ഒരു പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്, കാലനില്ലാത്ത കാലം എന്നൊരു കാലമുണ്ടായിരുന്നു. അതായത് അത്രയും വയസ്സായിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കിടക്കുന്നവർ പോലും 90 വയസ്സായവർക്ക് പോലും മരണമില്ലാതിരുന്ന ഒരു കാലം, അതാണ് കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞ് ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അത്രയും വയസ്സായിട്ട് അങ്ങനെ കഷ്ടതകൾ അനുഭവിച്ച് മരണമില്ലാതെ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് മോക്ഷം കൊടുക്കാൻ അവരെ ഭഗവാൻ തന്നെ അതിന് ആ കാലഭൈരവൻ അല്ലെങ്കിൽ ആ യമരാജൻ വിചാരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവ് കൊടുക്കുന്നത് ശിവഭഗവാനാണ്. ശിവഭഗവാൻ തന്നെ വിചാരിക്കണം. അത്രയും കഷ്ടതയിൽ കിടക്കുന്ന, അത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന വയസ്സായവര്, 90ഉം 100ഉം ഒക്കെ വയസ്സുള്ളവര്, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന വയസ്സായവര് ഒക്കെ ആ പരമപദം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഭഗവാൻ ഏത് ഭഗവാനെയാണോ ഭജിക്കുന്നത് ആ ഭഗവാന്റെ ധാമത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരണശേഷം മറ്റൊരു ജന്മം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മരണം സംഭവിക്കണം. അത്രയും വയസ്സായവർക്ക് ആ ഒരു മരണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനും നമ്മുടെ ശിവഭഗവാന്റെ തന്നെ അനുഗ്രഹം ഉണ്ടായേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ കാലമില്ലാത്ത കാലം എന്ന് പറഞ്ഞ് ഒരു കാലം ഉണ്ടാവും. അങ്ങനെ ഒരു കാലം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വയസ്സായി കഴിഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾ, ബെഡിൽ തന്നെ കിടന്ന് അങ്ങനെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടാവും. അതുണ്ടാക്കാതിരിക്കണേ എന്നാണ് നമ്മൾ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര വിഷമകരമായിരിക്കും അല്ലേ? നമ്മളെ നോക്കുന്ന നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് ഒക്കെ നമ്മളൊരു ബാധ്യതയാവും, ബുദ്ധിമുട്ടാവും. അതുപോലെ നമുക്ക് തന്നെയും നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. ഒരു അതായത് ഒരു കട്ടിലിൽ നമ്മൾ ശയിച്ച് കിടക്കുമ്പോൾ നമുക്ക് അവിടുന്ന് അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ പുറം ഭാഗമെല്ലാം പൊട്ടി, അതാണ് പറയുന്നത്. അങ്ങനെ പല തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ നമുക്ക് ആ വയസ്സായ സമയത്ത് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊന്നും അനുഭവിപ്പിക്കാതെ ഭഗവാനിലേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഭഗവാനിൽ ഒരു അഭയം തരണമെന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടി ആ ശിവഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം ഭഗവാൻ മഹാമൃത്യുഞ്ജയനാണ്. അതുപോലെ തന്നെ കാലഭൈരവൻ ആ ഒരു കാലന് അല്ലെങ്കിൽ യമധർമ്മന് ആ ഒരു ദൗത്യം കൊടുക്കുന്നതും ആ ശിവഭഗവാനാണ്. അതുകൊണ്ട് കാലനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും പ്രധാനപ്പെട്ട, അത്രയും നമ്മൾ മനസ്സാൽ അത്രയും പൂജിക്കേണ്ട ഒരു ഭഗവാനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്.
അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും വയസ്സായവരായാലും ശരി, വയസ്സായവരെ നോക്കുന്നവരായാലും ശരി, എപ്പോഴും ആ ഓം നമഃ ശിവായ മന്ത്രം പറയുക എന്നുള്ളതാണ്. ആ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്ന ആ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ആ ശിവഭഗവാന്റെ നാമങ്ങൾ എല്ലാവരും ഏത് സമയം പറയാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചെറുപ്പമായിട്ടുള്ളവരാണെങ്കിൽ ഭഗവാന്റെ നാമം പറയുകയാണെങ്കിൽ നമുക്ക് ആയുസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ആ ശിവഭഗവാന്റെ ഓം നമഃ ശിവായ മന്ത്രം നമ്മൾ പറയുന്നത് അത്യുത്തമമാണ്. നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തുകളോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭഗവാന്റെ അതായത് ഓം നമഃ ശിവായ മന്ത്രം പറയുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ തട്ടി നീങ്ങി പോകുന്നതായിരിക്കും. കാരണം ഭഗവാൻ മഹാമൃത്യുഞ്ജയനാണ്. അതുകൊണ്ട് ചെറുപ്പമായിട്ടുള്ളവരുടെ ആയുസ്സിന് വേണ്ടിയിട്ടും വയസ്സായവർക്ക് ദുരിതങ്ങൾ അനുഭവിക്കാതെ എത്രയും പെട്ടെന്ന് ഭഗവാനിന് മോക്ഷം ലഭിക്കുന്നതിനായിട്ടും നമ്മൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ഓം നമഃ ശിവായ മന്ത്രം പറയേണ്ടതാണ്. ഹരി ഓം. ഓം നമഃ ശിവായ. ഓം ഉമാമഹേശ്വരായ നമഃ. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേ ശ്യാം. ഇനി നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. ഇന്നത്തെ അധ്യായം ഭാഗം 5 അഞ്ചാമത്തെ ഭാഗം എന്താണ് ശിവം? പരമമായ ആനന്ദത്തിന്റെ അവസ്ഥയെ പ്രാപിക്കലാണ് ശിവം. മൂലാധാരത്തിൽ നിദ്രകൊള്ളുന്ന കുണ്ടലിനിയെ ഉണർത്തി സഹസ്രദള പത്മത്തിൽ കൊണ്ടെത്തിക്കുമ്പോൾ ശിവം എന്ന ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ ഇടവരുന്ന അവസ്ഥയാണിത്. മഹേശ്വരന്റെ കൽപ്പന പ്രകാരം ബ്രഹ്മാവ് സൃഷ്ടികർമ്മവും വിഷ്ണു ഭഗവാൻ പരിപാലനവും ആരംഭിച്ചപ്പോൾ ശിവന് ജോലിയൊന്നും ഇല്ലാതായി. അങ്ങനെ അദ്ദേഹം കഠിനമായ തപസ്സിലേർപ്പെട്ടു. ദേവിയുടെ പരീക്ഷണത്തിൽ വിജയം കൈവരിക്കുക എന്ന ലക്ഷ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിശ്ചയം ദൃഢമാക്കി കഠിന തപസ്സിൽ ഏർപ്പെട്ട ശിവൻ ദേവിയുടെ പരീക്ഷണത്തിൽ വിജയം കണ്ടെത്തുക തന്നെ ചെയ്തു. സന്തുഷ്ടനായ പരാശക്തി തന്റെ ഒരംശം ഗംഗാരൂപിണിയായും മറ്റേ അംശത്തെ ദുർഗാരൂപിണിയായും പിരിച്ച് പരമശിവനിൽ വിലയം കൊള്ളിക്കുകയും തൃപ്തി വരുത്തുകയും ചെയ്തു. ശിവാജ്ഞ അനുസരിച്ച് ദേവി ദക്ഷ പ്രജാപതിയുടെ പുത്രി സതിയായി ജന്മമെടുക്കാൻ നിശ്ചയം ചെയ്തു. മാത്രമല്ല ബ്രഹ്മപുത്രനായ ദക്ഷനോട് പരമേശ്വരി പുത്രിയായി ജനിക്കാനുള്ള ആഗ്രഹത്തോടെ തപസ് അനുഷ്ഠിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. ക്ഷീരസാഗരത്തിൽ തീരത്തു ചെന്ന ദക്ഷൻ ജഗദംബികയെ പ്രീതിപ്പെടുത്താൻ കഠിന തപസ്സിൽ ഏർപ്പെട്ടു. സുദൃഢമായ തപസ്സിന്റെ ഫലമായി വരപ്രസാദം എന്നോണം ദേവി ദക്ഷന്റെ പുത്രിയായിട്ട് അവതരിച്ചു. രൂപലാവണ്യ തഴപ്പോടെ പരിലസിച്ച ദേവി വിവാഹപ്രായമായപ്പോൾ രുദ്രൻ ദേവിയെ പാണിഗ്രഹണം ചെയ്യാൻ ആഗ്രഹിക്കുകയും പ്രസ്തുത വിവരം ദക്ഷനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ പുത്രിയായ സതിയെ രുദ്രന് നൽകാൻ ദക്ഷൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. പിതാവിന്റെ നിശ്ചയം മുൻകൂട്ടി അറിഞ്ഞ സതീദേവി സ്വയംവര പന്തലിലേക്ക് ചെല്ലുകയും പരമശിവനെ മനസാ സ്മരിച്ചുകൊണ്ട് മാല്യം അർപ്പിക്കുകയും ചെയ്തു. പൊടുന്നനെ വൃഷഭാരൂഢനായി ശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും വരണമാല്യം കഴുത്തിൽ സ്വീകരിക്കുകയും അടുത്ത നിമിഷം അപ്രത്യക്ഷനാകുകയും ചെയ്തു. കോപിഷ്ഠനായ ദക്ഷന് തന്റെ പുത്രിയുടെ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെട്ടില്ല. സതിയെ ദഹിപ്പിക്കുമാറ് ഉഗ്രമായ ക്രോധാഗ്നി തന്റെ അക്ഷികളിൽ ജ്വലിപ്പിച്ചുകൊണ്ട് തുറച്ചു നോക്കുകയും ആക്രോശിക്കുകയും ചെയ്തു. ശിവകോപം ഉണ്ടായാലുള്ള മഹാവിപത്തിനെ കുറിച്ച് വ്യക്തമായും അറിയാമായിരുന്ന ബ്രഹ്മാവ് ദക്ഷനെ ഉപദേശിക്കുകയും അങ്ങനെ ശിവനെ ആദരപൂർവ്വം ക്ഷണിച്ചു വരുത്തി വിധിപ്രകാരം സതീദേവിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുകയുമാണ് ഉണ്ടായത്. അപ്പോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് ബ്രഹ്മാവിനും വിഷ്ണുവിനും ഒരുപാട് കർമ്മങ്ങൾ, അതായത് ബ്രഹ്മാവിന് സൃഷ്ടികർമ്മവും അതുപോലെ വിഷ്ണു ഭഗവാന് സ്ഥിതികർമ്മവും അതായത് നമ്മുടെ പരിപാലനവും കൊടുത്തപ്പോൾ ശിവഭഗവാന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ശിവഭഗവാൻ എന്താണ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ശിവഭഗവാൻ കഠിനമായിട്ടുള്ള തപസ്സിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ കഠിനമായിട്ടുള്ള തപസ്സിൽ ഏർപ്പെടുകയും അങ്ങനെ ഭഗവാന് ഈ ലോകത്ത് മംഗളമരുളുവാൻ വേണ്ടിയും അതുപോലെ സംഹാരകനായിട്ടുമുള്ള ആ ഒരു ദൗത്യമാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഈ ദേവി ആദിപരാശക്തി, അതായത് ഭഗവാനിൽ നിന്നും ഉത്ഭവിച്ച ആ ആദിപരാശക്തിയായിട്ടുള്ള പാർവതി ദേവി, ആ ദേവി ദക്ഷന്റെ പുത്രിയായിട്ട് ജനിക്കുകയാണ്, ദാക്ഷായണിയായിട്ട്.
സതീദേവി എന്നാണ് പേര്. അങ്ങനെ ദേവി പരമശിവനെ വളരെയധികം ഇഷ്ടപ്പെടുകയും പരമശിവനെ ലഭിക്കുവാൻ വേണ്ടി കഠിനമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ തൻ്റെ പുത്രിക്ക് പരമശിവനോടുള്ള ഇഷ്ടം അറിഞ്ഞ ദക്ഷൻ ഇതിനെ വിസമ്മതിക്കുകയാണ്. കാരണം ദക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദക്ഷ പ്രജാപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷ്ണു ഭക്തനായിരുന്നു. വിഷ്ണുവിനെയാണ് ഒരുപാട് ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ അംഗീകരിക്കുക എന്നുള്ളത് ദക്ഷന് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ഈ വിഷ്ണുവിൽ നിന്ന് തന്നെയാണ് ശിവൻ ഉണ്ടായത്, ശിവഭഗവാനിൽ നിന്ന് തന്നെയാണ് വിഷ്ണു ഉണ്ടായതെന്നുള്ള കാര്യം ഈ ദക്ഷ പ്രജാപതിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ദക്ഷ പ്രജാപതി ഈ വിവാഹത്തെ വളരെയധികം എതിർക്കുകയാണ്. എന്നാൽ അവസാനം നാരദമുനി വന്നിട്ട് പറയുകയാണ്, നാരദമുനിയും ബ്രഹ്മാവും വന്നിട്ട് പറയുകയാണ്, ഭഗവാൻ പരമശിവൻ എന്ന് പറഞ്ഞാൽ അത്യുത്കൃഷ്ടനാണ്. അങ്ങനെ ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഇത് കേട്ടിട്ട് പറയുകയാണ്, ഭഗവാൻ കോപിഷ്ഠനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെയും ഭസ്മീകരിക്കാനുള്ള ശക്തി വരെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അത് ഭയന്നിട്ട് അവസാനം ദക്ഷൻ മനസ്സിലാ മനസ്സോടെ ആ വിവാഹത്തിന് സതീദേവിയുമായിട്ടുള്ള ആ വിവാഹത്തിന് ദക്ഷൻ സമ്മതിക്കുകയാണ്. അതാണ് ഈ ഭാഗം. പരബ്രഹ്മ സ്വരൂപനായ പരമശിവൻ ശക്തിയോടൊത്ത് കൈലാസത്തിൽ ആനന്ദതുന്തിലനായി വാണു. അങ്ങനെ ദേവിയെ വിവാഹം കഴിച്ചു കൊടുത്തു. സതീദേവിയെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ശിവഭഗവാൻ വളരെയധികം ആനന്ദത്തോടു കൂടി ദേവിയുടെ കൂടെ വസിക്കുകയാണ്. ബ്രഹ്മാവിന്റെ കർശനമായ നിർദ്ദേശപ്രകാരം ദക്ഷൻ തന്റെ പുത്രി സതീദേവിയെ ശിവഭഗവാന് വേലി കഴിച്ചു കൊടുത്തുവെങ്കിലും സംഭവഗതി മാറി മറിയുകയാണ് ഉണ്ടായത്. ദക്ഷന് ശിവനോടുള്ള ക്രോധാഗ്നി കൂടുതൽ ജ്വലിക്കുകയാണുണ്ടായത്. പരുഷ വാക്കുകളാൽ ശിവനെ അവഗണിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യരുതെന്ന ദധീചി മുനിയുടെ വാക്കുകൾ ദക്ഷന്റെ കർണങ്ങൾക്ക് അരോചകമായിട്ടാണ് അനുഭവപ്പെട്ടത്. നവദമ്പതികളെ ദർശിക്കുവാനും സായുജ്യമടയുവാനും ധാരാളം പേർ കൈലാസത്തിൽ എത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഹിമവാന്റെ ധർമ്മപത്നിയായ മേനയും സന്നിഹിതയായിരുന്നു. സതീദേവിയുടെ ആകാര സൗഷ്ഠവം മേനയെ ഹഠാത് ആകർഷിച്ചു. സതീദേവിയുടെ പൊന്നതരങ്ങളിൽ വിടർന്ന് സുഗന്ധം പരത്തുന്ന നവീന പുഷ്പദള സാദൃശ്യമുള്ള ദിവ്യമായ മന്ദഹാസമലർ മാസ്മരികമായ ഭാവം ചുരുത്തുന്നതായി തോന്നി. സ്വാത്വികയായ അങ്കനാരത്നത്തിന്റെ അകതാരിൽ ഒരാഗ്രഹത്തിന്റെ അല്ലി വിടർന്നു. ഇവൾ എന്റെ പുത്രിയായി ജന്മമെടുത്തിരുന്നെങ്കിൽ താൻ എത്ര ധന്യയായേനെ. അതീവ രഹസ്യമായ ഈ ആഗ്രഹം മനോക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മേന നിത്യവും ദർശനം നടത്തി വരുന്നു. ദക്ഷശിഷ്യനായ നന്ദി ശ്രീ പരമേശ്വര ദർശന സൗഭാഗ്യം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ കൈലാസത്തിലെത്തി ഭഗവാനെ ദർശിച്ചു. നന്ദിയുടെ നിഷ്കാമമായ ഭക്തിയിൽ സംതൃപ്തനായ ശിവൻ എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. ശിവസന്നിധിയിൽ സ്ഥിരമായി വസിക്കാനുള്ള അനുമതി നൽകണമെന്നായിരുന്നു നന്ദിയുടെ വിനയാന്വിത്വം. ഭക്തി പ്രഹർഷത്തോടു കൂടിയതുമായ അപേക്ഷ. നന്ദിയുടെ അപേക്ഷ പരിഗണിച്ച് ഭഗവാൻ അദ്ദേഹത്തെ ശിവഗണങ്ങളിൽ ഉൾപ്പെടുത്തുകയും ഭൂതനാഥനായി നിയമിക്കുകയും ചെയ്തു. ത്രൈലോക്യനാഥയായ സതീദേവി തന്റെ മായ കൊണ്ട് ശിവന്റെ മാനസോദ്യാനത്തിൽ മോഹപുഷ്പങ്ങൾ അങ്കുരിപ്പിക്കുകയും അങ്ങനെ സസുഖം വാഴുകയും ചെയ്തു. അങ്ങനെ ദേവിയെ കാണാൻ വേണ്ടിയിട്ട്, സതീദേവിയെ കാണാൻ വേണ്ടിയിട്ട് ആരാണ് വരുന്നത്? മേന വരികയാണ്. സാത്വികയായ അങ്കനാരക്തത്തിന്റെ അകതാരിൽ ഒരാഗ്രഹത്തിന്റെ അല്ലി വിടർന്നു. അപ്പോൾ ആ ദേവിയെ കണ്ടപ്പോൾ, ആ സതീദേവിയെ കണ്ടപ്പോൾ മേനയുടെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാവുകയാണ്. ഇവളെ എൻ്റെ പുത്രിയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന ഒരാഗ്രഹം മേനയുടെ മനസ്സിൽ ജനിക്കുകയാണ്. അപ്പോൾ ദക്ഷന്റെ കൂടെ ദക്ഷന്റെ കൊട്ടാരത്തില് ഒരു ആരായിട്ട് നിന്ന, പടയാളിയായിട്ടോ അങ്ങനെയൊക്കെ സേവകനായിട്ടൊക്കെ നിന്ന വ്യക്തിയായിരുന്നു നന്ദി. പക്ഷെ കൈലാസത്തിൽ വന്നപ്പോൾ നന്ദിക്ക് ശിവഭഗവാനോടും ഭൂതഗണങ്ങളോടും എല്ലാവരോടും വളരെയധികം ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ നന്ദി പറയുകയാണ്, അങ്ങയുടെ പരിചാരകനായിട്ട് നിൽക്കാനുള്ള അവസരം എനിക്ക് തരണമെന്ന് പറയുകയാണ്. അങ്ങനെ ശിവഭഗവാൻ ചോദിക്കുകയാണ്, എന്ത് വരമാണ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് അങ്ങയുടെ കൂടെ നിൽക്കാനുള്ള വരം തരണമെന്ന്. അങ്ങനെ അവസാനം അതായത് സതീദേവിയുടെ അച്ഛൻ്റെ, ദക്ഷന്റെ
പരിചാരകനായിരുന്ന നന്ദി ശിവഭഗവാന്റെ കൂടെ കൈലാസത്തില് വസിക്കുകയാണ്. അതിനുള്ള അവസരം ഭഗവാൻ കൊടുക്കുകയാണ്. അങ്ങനെ ദേവിയും ഭഗവാനുമായിട്ട് വളരെയധികം സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ജീവിക്കുകയാണ്. പരബ്രഹ്മ സ്വരൂപനായ പരമശിവന്റെ നിഗൂഢമായ ലീലകൾ വീണ്ടും രംഗത്ത് പ്രത്യക്ഷപ്പെടാൻ പോകുന്നുവെന്ന സൂചനയുണ്ടായി. അതിഗംഭീരമായ ഒരു യാഗം നടത്താൻ ദക്ഷൻ തീരുമാനിച്ചു. എന്നാൽ ശിവഭഗവാനെ ക്ഷണിക്കാതെയാണ് ദക്ഷൻ യാഗം നടത്താൻ പോകുന്നതെന്ന് സൂത്രധാരനായ നാരദ മഹർഷി ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിയുകയും ഇക്കാര്യം ശിവസന്നിധിയിൽ അറിയിക്കുകയും ചെയ്തു. ഭഗവാൻ തന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതില്ലെന്ന് അറിഞ്ഞ നാരദൻ സതീദേവിയെ പ്രലോഭിപ്പിച്ചു. ഭഗവാന്റെ തിരുസാന്നിധ്യമില്ലാതെയുള്ള യാഗം നിരർത്ഥകവും മഹാവിപത്തിനും ഇടയാക്കുമെന്നും കൈലാസേശ്വരന്റെ ഉഗ്രകോപം അണ്ഡകടാഹത്തെയും ആകമാനം ദഹിപ്പിക്കാൻ പര്യാപ്തമാകുമെന്നും ത്രികാലജ്ഞാനിയും പ്രപഞ്ച സന്ദേശവാഹകനുമായ നാരദ മഹർഷി വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവം കൂടിയായ മഹേശ്വരനെ ക്ഷണിക്കാൻ ദക്ഷൻ തയ്യാറാകാത്തതിലുള്ള അമർഷവും നാരദന്റെ മനസ്സിനെ വ്യാകുലമാക്കുന്നുണ്ട്. യാഗശാലയിൽ ചെന്ന് അർഹമായത് യാചിച്ചു വാങ്ങണമെന്ന് സതീദേവി ഭഗവാനോട് അപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. ക്ഷണിക്കാതെ ചെന്ന് യാഗഫലത്തിന് യാചിക്കുന്നത് മഹാത്മാക്കൾക്ക് ഉചിതമല്ലെന്ന ഭഗവാന്റെ അഭിപ്രായം ദേവിക്ക് പദ്യമായില്ല. ഒടുവിൽ യാഗശാലയിലേക്ക് സതി തനിച്ച് പുറപ്പെടുക തന്നെ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ ദക്ഷൻ ഒരു വലിയ മഹായാഗം നടത്തുകയാണ്. അങ്ങനെ ഒരു വലിയ മഹായാഗം നടത്തുമ്പോൾ അതിൽ മറ്റുള്ള എല്ലാ ദേവീദേവന്മാരെയും എല്ലാവരെയും ഋഷികളെയും അടക്കം ആ ഭൂലോകത്തിൽ അല്ലെങ്കിൽ ആ ലോകത്തിലുള്ള എല്ലാവരെയും തന്നെ ആ ദുഷ്ടനായ ദക്ഷൻ ക്ഷണിച്ചു. എന്നാൽ ശിവഭഗവാനെ മാത്രം ആ ദക്ഷൻ ക്ഷണിച്ചില്ല. പക്ഷേ ശിവഭഗവാൻ ആരാണ്? വിഷ്ണു ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ശിവനിൽ നിന്ന് ഉത്ഭവിച്ചത്. ഹരിയും ഹരനും രണ്ടല്ല ഒന്നാണ് എന്നുള്ള കാര്യം ആ ദുഷ്ടനായ ദക്ഷൻ മറന്നു പോവുകയാണ്. അങ്ങനെ മറ്റുള്ള എല്ലാ ദേവന്മാരെയും മറ്റുള്ള എല്ലാ ദേവഗണങ്ങളെയും ക്ഷണിക്കുകയും എന്നാൽ ആ ദക്ഷൻ എന്ത് ചെയ്യുകയാണ്? പരമശിവനെ, ആ സത്യസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ മാത്രം ആ ദക്ഷൻ യാഗത്തിൽ ക്ഷണിച്ചില്ല. അപ്പോ പാർവതീദേവി പറയുകയാണ്, എനിക്ക് ആ യാഗത്തിന് പോകണമെന്ന് പറയുകയാണ്. പക്ഷേ അപ്പോൾ ദക്ഷൻ അതിന് സമ്മതിക്കുന്നില്ല. എങ്കിലും അല്ല പരമശിവൻ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ പരമശിവൻ പറയുകയാണ്, എന്നെ അവര് വെറും ഒരല്പം പോലും വില എനിക്ക് കൽപ്പിക്കുന്നില്ല. പുത്രിയുടെ ഭർത്താവാണെന്നുള്ള ഒരു വില പോലും എനിക്ക് കൽപ്പിക്കുന്നില്ല. എന്നെയും വിഷ്ണുവിനെയും ആ ദക്ഷൻ വേറെ വെവ്വേറെയാണ് കാണുന്നത്. പക്ഷേ നാം രണ്ടും ഒന്നാണ് എന്നുള്ള തത്വം ഇത് ആ ദക്ഷൻ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് വ്യത്യസ്തം, എന്നാൽ ഞാനും ഹരിയും ഒന്നാണെന്നുള്ള കാര്യം ആ ദക്ഷൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് മറ്റെല്ലാ ദേവഗണങ്ങളെയും മറ്റെല്ലാ ഋഷിമാരെയും ക്ഷണിച്ചിട്ടും തന്നെ ക്ഷണിക്കാത്തത് എന്ന് ശിവഭഗവാൻ പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിശൂന്യനായിട്ടുള്ള ആ ദക്ഷന്റെ യാഗത്തിലേക്ക് ഞാൻ വരുന്നില്ല സതീദേവി, ഞാൻ വരുന്നില്ല, നീയും പോകരുത് എന്ന് അവിടെ വിലക്കുകയാണ് ശിവഭഗവാൻ. പക്ഷേ സതീദേവി അത് കേൾക്കുന്നില്ല. സതീദേവി തന്റെ ഭർത്താവിന്റെ വാക്കിന് ഒരു വിലയും കൊടുക്കുന്നില്ല. സതീദേവി എന്ത് ചെയ്യുകയാണ്? പോവുകയാണ്, യാഗത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോ എന്താണ് നടക്കുന്നത്? അവിടെ ചെല്ലപ്പോ ദേവിയെ അവിടെ ശിവഭഗവാനെയും അവിടെ അപമാനിക്കുകയാണ് ആ ദക്ഷൻ. ക്രോധവും വിഷാദവും ഒത്തുചേർന്ന മാനസികാവസ്ഥയിൽ സതീദേവി പിതാവ് നടത്തുന്ന യാഗശാലയിലേക്ക് ഒരു മിന്നൽ പിണറിന്റെ ആവേശത്തോടെ പാഞ്ഞു ചെന്നു. പുത്രിക്ക് സ്നേഹവും കാരുണ്യവും നൽകാൻ കർത്തവ്യനിരതനാകേണ്ട പിതാവിൽ നിന്നും ആക്ഷേപവും അവഗണനയുമാണ് ദേവിക്ക് ലഭിച്ചത്. യാഗശാലയ്ക്ക് ചുറ്റും സന്നിഹിതരായിരുന്ന ദേവന്മാർക്ക് പോലും ശിവനെ ക്ഷണിക്കാതെയുള്ള യക്ഷന്റെ യാഗം ശുഭകരമായി തീരുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നില്ല. ദുഃഖിതയായ സതീദേവി സ്വശക്തിയാൽ അഗ്നി ജ്വലിപ്പിച്ച് അതിൽ ജീവത്യാഗം ചെയ്തു. പൊടുന്നനെ കൈലാസത്തിലെത്തിയ നാരദൻ സംഭവങ്ങളെല്ലാം ശിവന്റെ മുന്നിൽ വിവരിച്ചു. കോപാകുലനായ കൈലാസനാഥൻ തന്റെ തൃക്കൺ തുറന്നു. അദ്ദേഹത്തിന്റെ തൃക്കണിൽ നിന്നും ബഹിർഗമിച്ച അഗ്നിജ്വാലയിൽ നിന്നും അതിഭയങ്കരമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു.
വീരഭദ്രൻ എന്ന് ഭഗവാൻ നാമകരണം ചെയ്ത ആ രൂപം അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്ത് വണങ്ങി. അങ്ങനെ ആ ദക്ഷന്റെ യാഗത്തിലേക്ക് പാർവതീദേവി സതീദേവി ചെല്ലുകയാണ്. അപ്പോ ആ ദക്ഷൻ എന്ത് ചെയ്യുകയാണ്? ഭഗവാനെ പരമശിവനെ വളരെയധികം അപമാനിക്കുകയാണ്. അപ്പോൾ തൻ്റെ പതിയെ അപമാനിച്ചതിൻ്റെ ആ ഒരു വിഷമം താങ്ങാനാവാതെ സതീദേവി അഗ്നിയിൽ ഹോമിക്കുകയാണ് തൻ്റെ ശരീരത്തെ. അങ്ങനെ ദേവി അഗ്നിയിൽ ഭസ്മമാകാൻ അഗ്നിയിൽ തൻ്റെ ശരീരം ഹോമിക്കുകയാണ്. അങ്ങനെ മരണപ്പെടുകയാണ്. ഇതറിഞ്ഞ പരമശിവൻ വളരെയധികം കോപിഷ്ഠനാവുകയും അങ്ങനെ ഭഗവാന്റെ ആ കോപാഗ്നിയിൽ നിന്നും വീരഭദ്രൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന അതിഭയങ്കരമായ ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. വീരഭദ്രൻ എന്ന് ഭഗവാൻ നാമകരണം ചെയ്ത ആ രൂപം അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്ത് വണങ്ങി. ക്രോധാഗ്നിയുടെ സംഹാരഭാവത്തിൽ ജ്വലിച്ചു നിന്ന ഭഗവാന്റെ നെടുവീർപ്പിൽ നിന്നും എണ്ണമറ്റ ഭൂതഗണങ്ങൾ ഉണ്ടായി. വീരഭദ്രന്റെ നേതൃത്വത്തിൽ ഭൂതഗണങ്ങൾ ദക്ഷനോട് യുദ്ധം ചെയ്തു. അങ്ങനെ ഈ ഭൂതഗണങ്ങൾ ഉണ്ടാവുകയും പിന്നെ അതിനുശേഷം ഭൂതഗണങ്ങൾ ഉണ്ടാവുകയും ഈ ഭൂതഗണങ്ങളും വീരഭദ്രനും കൂടെ ചേർന്ന് ആ നേതൃത്വത്തിൽ ദക്ഷനോട് യുദ്ധം ചെയ്യുകയാണ്. വീരഭദ്രൻ ദക്ഷന്റെ തല തന്റെ ഇടതുകരം കൊണ്ട് നുള്ളിയെടുത്തു. ഈ ഘോര സംഭവത്തിന് സാക്ഷിയായ ബ്രഹ്മദേവൻ ഉടനെ ശിവലോകത്തെത്തുകയും ഭഗവാനെ സ്തുതിക്കുകയും അങ്ങനെ സമാധാനിപ്പിച്ച് യാഗവേദിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. കൈലാസനാഥന്റെ ആജ്ഞപ്രകാരം വീരഭദ്രൻ യക്ഷനെ പുനർജീവിപ്പിക്കുകയും തന്റെ അപരാധം പുറത്ത് തന്നോട് കാരുണ്യം കാട്ടിയ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. നീ ജീവൻ മുക്തനാകാൻ ഞാനിതാ വരം നൽകുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ദക്ഷനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഈ വീരഭദ്രൻ എന്ത് ചെയ്യുകയാണ്? ആ ദക്ഷന്റെ ശിരസറക്കുകയാണ്. ശിരസറുത്ത് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി വളരെയധികം വിഷമിക്കുകയാണ്. അങ്ങനെ നാരദ മഹർഷി കൈലാസത്തിലേക്ക് പോവുകയാണ്. കൈലാസത്തിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് ശിവഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാനെ ആ ദക്ഷന് അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ അവിടെ വിഷ്ണു ഭഗവാനും എത്തുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഭഗവാനും നാരദനും എല്ലാവരും കൂടി ചേർന്ന് ശിവഭഗവാന്റെ അടുത്ത് പറയുകയാണ്, ആ ദക്ഷൻ വെറും മൂഢനാണ്, അവന് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ, അവൻ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിർന്നത്. പക്ഷേ മറ്റുള്ള ആരും തന്നെ അങ്ങനെ ഒരു കൃത്യത്തിന് മുതിരില്ല. പക്ഷേ ആ ദക്ഷന് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ. അവന് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തിരിച്ചറിയാൻ അറിയില്ല. ശിവഭഗവാനും കൃഷ്ണനും അല്ലെങ്കിൽ വിഷ്ണുവും ഒന്നാണെന്നുള്ള കാര്യം ആ മൂഢനായിട്ടുള്ള ആ ദക്ഷന് തിരിച്ചറിയാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ആ ദക്ഷൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭഗവാൻ ഇത് ക്ഷമിച്ചിട്ട് ആ ദക്ഷന് മാപ്പ് കൊടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അവന് മാനസാന്തരം ഉണ്ടാവും ഭഗവാനെ എന്ന് പറയുകയാണ്. അങ്ങനെ ഉടനെ തന്നെ പരമശിവൻ ആ യാഗശാലയിലേക്ക് വരികയും ദക്ഷന് തൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. തിരിച്ചു കൊടുത്തിട്ട് ഭഗവാൻ നീ ജീവൻ മുക്തനാകാൻ ഞാനിതാ വരം നൽകുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് ദക്ഷനെ. അങ്ങനെ അവിടെയും ആ പരമശിവൻ ആ ദക്ഷനോട് ക്ഷമിക്കുകയാണ്. കാരണം തൻ്റെ ഭാര്യയാണ് അത്രയും അലറി വിളിച്ചുകൊണ്ടാണ് പരമശിവൻ അങ്ങനെ പോകുന്നത്. അങ്ങനെ ആ ശവശരീരവും സതീദേവിയുടെ ശവശരീരവും എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ വളരെയധികം ഭൂലോകത്ത് തന്നെ വളരെയധികം പ്രപഞ്ചത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഘോരമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. അപ്പോ പ്രപഞ്ചം തന്നെ നശിക്കുമെന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് സതീദേവിയുടെ ശരീരത്തിനെ ഖണ്ഡിക്കുന്നത്. അങ്ങനെയാണ് ഓരോ ദേവിയുടെ ഓരോ ഭാഗങ്ങളും ചെന്ന് വീഴുന്നത് ഓരോ ശക്തിപീഠങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ അത് ഓരോ ക്ഷേത്രങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അവിടെയെല്ലാം ദേവിയുടെ ഓരോ ശക്തി കുടികൊള്ളുന്നു. അതാണ് സത്യം. അപ്പൊ അങ്ങനെ ദേവിയുടെ ശക്തി കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ. അങ്ങനെ ശക്തിപീഠങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ അവസാനം എന്താ പറയുന്നത് സമാധാനത്തിലേക്ക് വരുന്നതും. അങ്ങനെ അവിടെ വന്ന് കൈലാസത്തിൽ വന്ന് സമാധാനിപ്പിച്ചിട്ട് ദക്ഷന്റെ യാഗശാലയിലേക്ക് കൊണ്ടുവരുന്നതും അവസാനം ആ പരമശിവൻ ദക്ഷന് ക്ഷമ കൊടുക്കുന്നത്. സതീവിരഹം പരമശിവന്റെ മനസ്സിനെ കലുഷിതമാക്കി. വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും ഉപദേശം അനുസരിച്ച് മൂവരും കൂടി ആദിപരാശക്തിയെ സ്തുതിച്ചു. ത്രിദേവന്മാരുടെ പ്രാർത്ഥനയിലും സ്തുതികളിലും സംപ്രീതയായ ദേവി പ്രത്യക്ഷപ്പെടുകയും മഹേശ്വരന്റെ സഹധർമ്മിണിയായി വീണ്ടും തിരു അവതാരം കൈക്കൊള്ളുമെന്നും പറഞ്ഞു.
ദേവിയുടെ ഉപദേശപ്രകാരം ഭഗവാൻ ഛായാസതിയുടെ മൃതശരീരത്തെ ചുമലിൽ ഏറ്റിക്കൊണ്ട് നടക്കുകയും താണ്ഡവമാടുകയും ചെയ്തു. കൈലാസനാഥന്റെ താണ്ഡവം വരുത്തിവെക്കാനിടയുള്ള അപകടത്തെക്കുറിച്ച് അറിയാമായിരുന്ന ഭഗവാൻ വിഷ്ണു ശിവന്റെ പിന്നാലെ ചെന്ന് തന്റെ മഹാസുദർശനം കൊണ്ട് ദേവിയുടെ ശരീരത്തെ കണ്ടങ്ങളാക്കിക്കൊണ്ടിരുന്നു. ഇക്കാര്യം താണ്ഡവത്തിനിടയിൽ ശിവൻ അറിഞ്ഞിരുന്നില്ല. അവസാനം നാരദ മഹർഷി ശിവനെ സമീപിക്കുകയും സത്യം തുറന്നു പറയുകയും ചെയ്തു. ക്രോധഭാവം പൂണ്ട ശിവൻ താൻ അനുഭവിക്കുന്നത് പോലെ വിഷ്ണുവും ഒരിക്കൽ വിരഹ ദുഃഖിതനാകാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ആ വിഷ്ണു ഭഗവാൻ എന്താ പറയാ ശിവഭഗവാന്റെ താണ്ഡവം കൊണ്ട് ഈ ലോകം തന്നെ നശിച്ചു പോകുന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ സതീദേവിയുടെ ആ ശരീരത്തെ തന്റെ സുദർശന ചക്രം ഉപയോഗിച്ചിട്ട് ഖണ്ഡിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞ് ഇതറിയുമ്പോ ശിവഭഗവാൻ വിഷ്ണു ഭഗവാനെ ശപിക്കുകയാണ്. ഒരിക്കൽ നിനക്കും ഇതുപോലെ എന്നെ പോലെ വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ ആ വിരഹ ദുഃഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സീതയും രാമനുമായിട്ട് ഭൂമിയിൽ ജനിക്കുന്നത്. അതേപോലെ രാധാകൃഷ്ണന്മാരായിട്ടും അതേപോലെ ഒരു ശാപം കൊണ്ടാണ് ഭൂമിയിൽ ജനിച്ചിട്ട് ആ ഒരു വിരഹം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ആ ഭഗവാൻ ആ ഒരു ദേഷ്യത്തില് വിഷ്ണു ഭഗവാന് കൊടുത്ത ഒരു ശാപമാണത്. അങ്ങനെയാണ് രാധാകൃഷ്ണന്മാരും അതുപോലെ സീതാരാമന്മാരുമായിട്ട് ഭൂമിയിൽ വന്നിട്ട് ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. രാധാകൃഷ്ണന്മാരെ പക്ഷേ ശപിച്ചത് വേറെ ഒരു ഭൃഗു മഹർഷി, അങ്ങനെ ഒരു മഹർഷിയാണ്, വേറൊരു മഹർഷിയാണ്. രണ്ട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭൃഗു മഹർഷി എന്ന് പറയുന്നത് ശപിച്ചതെന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി വൈകുണ്ഠത്തില് ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടെ ഇരിക്കുന്ന സമയത്ത് ഭൃഗു മഹർഷി വന്നിട്ട് വിഷ്ണു ഭഗവാനെ ആ കോപത്തില് നെഞ്ചിൽ ചവിട്ടുകയും അങ്ങനെ അങ്ങനെ ശപിക്കും. അപ്പോൾ ലക്ഷ്മി ദേവി ശപിക്കും. തന്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തത് ശപിക്കുമ്പോൾ ആ ശാപത്തില് ഈ ഭൃഗു മഹർഷിയുടെ പുത്രിയായിട്ട് ലക്ഷ്മി ദേവി ജനിക്കുമെന്ന് പറയും. ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വരുന്നത് ഇവിടെയാണ് തിരുപ്പതിയിൽ. അങ്ങനെയാണ് ഭഗവാൻ അവിടെ അവതരിക്കുന്നത്, തിരുപ്പതി വെങ്കടാചലപതിയായിട്ട്. അപ്പൊ അവിടെ ആ ഭൃഗു മഹർഷിയുടെ പുത്രിയായിട്ടാണ് ദേവി അവതരിക്കുന്നത്, ലക്ഷ്മി ദേവി അവതരിക്കും. അപ്പോൾ പറയും ഈ ബ്രാഹ്മണർക്ക് ഒന്നും ആ ലക്ഷ്മി കടാക്ഷത്ത് ഇതുണ്ടാവില്ല എന്നൊരു ശാപം കൊടുക്കും. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണർക്ക് പിന്നെയും ധനത്തിനൊക്കെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്നൊരു സങ്കല്പമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതും അതിൽ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കഥയും ഉണ്ട്. ദേവിയുടെ അഭാവം ഭഗവാനെ നിരന്തരം അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സ്വനിശ്ചയപ്രകാരം പരമശിവൻ കാമരൂപ പീഠത്തിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടിരുന്നു. സ്തുതിയിൽ തൃപ്തി പൂണ്ട ദേവി ഭഗവാന്റെ തിരുസന്നിധിയിൽ പ്രത്യക്ഷപ്പെടുകയും മേനയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ താൻ നിർബന്ധിതനായിരിക്കുന്നുവെന്നും ആയതിനാൽ തന്റെ ഒരംശം മേനയുടെ പുത്രിയായ ഗംഗയായും മറ്റൊരംശം പാർവതിയായും ജന്മമെടുക്കുമെന്നും അറിയിച്ച് മറയുകയും ചെയ്തു. ഇപ്രകാരം കാലചക്രം അനുസ്യൂതം മുന്നോട്ട് നീങ്ങവേ ഹിമവാന്റെയും മേനയുടെയും പുത്രിയായി ദേവി തിരു അവതാരം എടുത്തു. ബ്രഹ്മദേവൻ ഗംഗയെ ദാനമായി വാങ്ങുകയും ദേവലോകത്തേക്ക് കൊണ്ടുചെന്ന് ശിവനെ ക്ഷണിച്ചു വരുത്തി വേളി കഴിച്ചു കൊടുത്തു. വർഷങ്ങൾക്കു ശേഷം അവർ സത്യലോകത്തു നിന്നും കൈലാസത്തിലെത്തി. അങ്ങനെ ഭഗവാൻ തപസ് ചെയ്യുകയും അങ്ങനെ മേനയുടെ പുത്രിയായിട്ട് ദേവി വീണ്ടും അവതാരം എടുക്കുകയാണെന്ന് പറയുകയാണ്. ആദി പരാശക്തിയായിട്ട് പാർവതി ദേവിയായിട്ട് വീണ്ടും അവതാരം എടുക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ദേവിയുടെ ഒരു ഭാഗം ഗംഗാദേവിയായിട്ടും ജ്യേഷ്ഠത്തി ഗംഗയായിട്ടും മറ്റൊരു ഭാഗമാണ് ദേവി പാർവതിയായിട്ടും ജനിക്കുന്നത്. അങ്ങനെ ശിവഭഗവാന് ഗംഗയെ ദാനമായി ബ്രഹ്മദേവൻ ദേവലോകത്ത് കൊണ്ടുചെന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ശിവനെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ഗംഗാദേവിയെ ബ്രഹ്മദേവൻ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഗംഗാദേവിയും പരമശിവനും കൈലാസത്തിലെത്തുകയാണ്. അവിടെ നിന്നും ഇരുവരും തപസ് അനുഷ്ഠിക്കാൻ നിശ്ചയിച്ച് യാത്ര തിരിച്ചു. അവിടെ നിന്നും ശിവഭഗവാനും ഗംഗാദേവിയും കൂടെ തപസ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് യാത്ര തിരിക്കുകയാണ്. ഈ സമയത്ത് പാർവതിയും തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. കൈലാസനാഥനെ തപസ്സിൽ നിന്ന് ഉണർത്താനായാൽ മാത്രമേ അദ്ദേഹത്തിന് പാർവതീ ദേവിയിൽ ജനിക്കുന്ന കുമാരനെ കൊണ്ട് താരകാദി അസുരന്മാരെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ദേവന്മാർ കണക്കുകൂട്ടി. അങ്ങനെ ശിവന്റെ മനസ്സിൽ ഭൗതിക ചിന്തയുടെ വിത്ത് വിതയ്ക്കാൻ ഇന്ദ്രൻ കാമനെ നിയോഗിക്കുകയാണ് ഉണ്ടായത്.
കഠിനമായ യോഗചിന്തയിൽ ലയിച്ച മനസ്സുമായി ഇരുന്ന ശിവനെ അതിൽ നിന്ന് ഇളക്കാൻ കന്ദർപ്പൻ തന്റെ ചാപം വളച്ചു കെട്ടി. പക്ഷേ ഭഗവാന്റെ ഘോര തപസ്സിൽ അപാര ശക്തി മൂലം കാമനിൽ നിന്ന് വിറപൂണ്ടതേയുള്ളൂ. അത് കണ്ട് പാർവതി തന്നെ നേരിട്ട് ശിവന്റെ മുന്നിലേക്ക് ചെന്നു. അങ്ങനെ പാർവതി ദേവി അതികഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുകയാണ്. ശിവഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അതികഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുകയാണ് പാർവതി ദേവി. അപ്പോൾ അവിടേക്ക് കാമദേവനെ അയക്കുകയാണ്. നാരദ മഹർഷി വിഷ്ണു ഭഗവാനോട് പറഞ്ഞ് അങ്ങനെ അവിടേക്ക് കാമദേവനെ അയക്കുകയാണ്. അപ്പൊ ഈ കാമദേവൻ വന്നിട്ട് ശിവഭഗവാന്റെ തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് കാമബാണം എയ്യുകയാണ്. അപ്പോ ഭഗവാന്റെ ആ തൃക്കണ്ണിൽ നിന്ന് അത്രയും ഘോരമായിട്ടുള്ള ആ ഒരു അഗ്നി ഉണ്ടാവുകയാണ്. അങ്ങനെ അഗ്നി ജ്വലിച്ചു വന്നിട്ട് ആ കാമനെ, അതായത് ആ കന്ദർപ്പനെ ഭസ്മമാക്കുകയാണ്. മോദം ജനിപ്പിക്കുന്ന മന്ദഹാസമലർ അതരങ്ങളിൽ അണിയിച്ചു ചേർത്തുകൊണ്ട് ശ്രീ പരമേശ്വരൻ തന്റെ മുമ്പിൽ നിൽക്കുന്ന പാർവതി ദേവിയെ പ്രേമാദിത്വത്തോടെ ദൃഷ്ടി കടാക്ഷം നടത്തി. അപ്പോൾ അങ്ങനെ കാമദേവൻ അങ്ങനെ ഒരു ശാപം കൊടുക്കുകയും കാമദേവൻ ഭസ്മമാകുകയും ചെയ്യുകയാണ്. അതിനുശേഷം ആ കാമദേവന് എന്ത് കൊടുക്കുകയാണ്? മോക്ഷം കൊടുക്കുന്നതായിട്ടുണ്ട്. ആ കാമദേവന് പിന്നെയും ജീവൻ തിരിച്ചു കൊടുക്കുന്നതായിട്ടുണ്ട് ദേവിയുടെ ആ ഒരു ഇതിന് പ്രകാരം. അങ്ങനെ ഈ അവസരത്തിൽ മാദക ചിന്തയുടെ മധുരമധു നിറയിക്കാൻ പ്രേരണ ചെലുത്തും വിധം മന്ദമാരുതൻ തന്റെ ഹൃദയമായ പരിരംഭണ ക്രിയയാൽ ഭഗവാന്റെ മാനസ ദർപ്പണത്തിൽ അനുരാഗത്തിന്റെ മൃദുല കാവ്യം രചിച്ചു. അങ്ങനെ ഉടനെ തന്നെ ശിവഭഗവാൻ എന്ത് ചെയ്യുകയാണ്? തന്റെ എന്ത് ചെയ്യുകയാണ്? ഈ മുന്നിൽ അപ്പൊ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ദേവിയെ നോക്കുകയാണ്. ദേവിയെ നോക്കുമ്പോൾ ദേവി എന്താണ്? അതിസുന്ദരിയായിട്ട് അത്രയ്ക്കും തരള ഹൃദയമായിട്ട് അവിടെ തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് കാണുമ്പോ ഭഗവാൻ അത്രയധികം ആനന്ദം ഉണ്ടാവുകയാണ്. തന്റെ മുന്നിൽ മോദം ജനിപ്പിക്കുന്ന മന്ദഹാസമലർ അതരങ്ങളിൽ അണിയിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരന്റെ മുന്നിൽ നിൽക്കുന്ന പാർവതീ ദേവിയെ പ്രേമാധികത്തോടെ ദൃഷ്ടി കടാക്ഷം നടത്തി. അങ്ങനെ പ്രേമാധികത്തോടെ ഭഗവാൻ നോക്കുകയാണ് പാർവതീ ദേവിയെ. ഈ അവസരത്തിൽ മാദകചിന്തയുടെ മധുരമധു നിറയ്ക്കാൻ പ്രേരണ ചെലുത്തും വിധം മന്ദമാരുതൻ തന്റെ ഹൃദയമായ പരിരംഭണ ക്രിയയാൽ ഭഗവാന്റെ മാനസ ദർപ്പണത്തിൽ അനുരാഗത്തിന്റെ മൃദുല കാവ്യം രചിച്ചു. ആ തക്കം നോക്കി കാമദേവൻ തന്റെ സമ്മോഹനാസ്ത്രം മെല്ലെ തൊടുത്തുവിട്ടു. അങ്ങനെ ഈ തക്കം നോക്കിയിട്ടാണ് സമ്മോഹനാസ്ത്രം തടുത്തുവിടുന്നത്. ബാണവും എയ്തുവിട്ടു. തികച്ചും അപ്രതീക്ഷിതമായി ശിവന്റെ മാനസ കോവിലിൽ ദേവിയെ കുടിയിരുത്തുവാനുള്ള ആഗ്രഹം ഉദിച്ചു. ഇന്ദ്രിയങ്ങൾ ശോഭിക്കുകയും തളരുകയും ചെയ്തു. എന്നാൽ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ അദ്ദേഹത്തിന് വിവേകമുണ്ടായി. കഠിനമായ തപശക്തിയാൽ ദമനം ചെയ്യപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് ഒരിളക്കം സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് ആ മഹാപുരുഷോത്തമൻ ചിന്തിക്കാൻ പ്രേരിതനായി. പൊടുന്നനെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ രക്തവർണം പൂണ്ടു. ആ ക്രോധാഗ്നിയിൽ ജ്വലിച്ച നയനങ്ങളിൽ നിന്നും സ്ഫുലിംഗങ്ങൾ ഉത്ഭവിച്ചു. അത് കണ്ട് കന്ദർപ്പൻ ഭയചകിതനായി. ഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ ദേവന്മാർ അദ്ദേഹത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുവെങ്കിലും പരമശിവന്റെ തൃക്കണ്ണ് കാമദേവന്റെ ദേഹത്തെ ദഹിപ്പിക്കുക തന്നെ ചെയ്തു. ശ്രീ പരമേശ്വരന്റെ മൂന്നാം കണ്ണിൽ നിന്നും ബഹിർഗമിച്ച സ്ഫുലിംഗങ്ങൾ പോകുന്നതിന് പകരം അത് ബന്ധവാഗ്നിയായി മാറുകയാണുണ്ടായത്. ഇത് കണ്ട് വിസ്മയഭരിതരും ഭയചകിതരുമായ ബ്രഹ്മദേവൻ ആ അഗ്നിയെ ആവാഹിച്ച് സമുദ്രത്തിലാഴ്ത്തി. ഇന്നും ഭഗവാന്റെ ക്രോധത്തിൽ നിന്ന് ഭവിച്ച ആ അഗ്നി സമുദ്രദേവൻ തന്റെ ഹൃദയാന്തർഭാഗത്ത് ഒളിപ്പിച്ചു എന്നാണ് സങ്കല്പം. കാമനെ ദഹിപ്പിച്ചതിൽ പാർവതി ഭഗവാനെ കുറ്റപ്പെടുത്തി. ഭഗവാന്റെ പ്രവൃത്തി അധർമ്മമാണെന്ന് ദേവി വാദിക്കുകയും ചെയ്തു. മറുത്തൊന്നും ഉരിയാടാതെ ഭഗവാൻ വീണ്ടും ധ്യാനനിരതനായി. താൻ സതിയും കാളിയുമാണെന്ന ബോധം ഭഗവാനിൽ വരുത്തുവാൻ നിശ്ചയം കൊണ്ട ദേവി കാളി രൂപം ധരിച്ച് നിലകൊണ്ടു. നയനങ്ങൾ തുറന്ന് ദേവൻ കാളി രൂപത്തെ ദർശിച്ചപ്പോൾ സഹസ്രനാമത്തിൽ ദേവിയെ സ്തുതിച്ചു. പാർവതി പരമേശ്വരന്മാർ വീണ്ടും തപസ്സിൽ ലീനരായി. നാളുകൾ പിന്നിട്ടപ്പോൾ മഹാദേവന് ശ്രീ മഹേശ്വരിയിൽ ആഗ്രഹമുണ്ടായി. ദേവിയെ വരിക്കാൻ തീരുമാനിച്ചുറച്ച അദ്ദേഹം ഭൂതഗണങ്ങളോടൊത്ത് കൈലാസ ശൈലത്തിലെത്തി ചേർന്നു. ഈ അവസരത്തിൽ പാർവതിയും സഖിമാരോടൊത്ത് പിതാവായ ഹിമവാന്റെ ചാരത്തണഞ്ഞു. മഹർഷിമാരെ അയച്ച് ശിവൻ പാർവതിയെ പരിണയിക്കാൻ ആഗ്രഹിക്കുന്നതായി ഹിമവാനെ അറിയിച്ചു. അദ്ദേഹം സ്നേഹപൂർവ്വം അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കാമദേവനെ ഭഗവാൻ ഭസ്മമാക്കുകയാണ് അല്ലെ.
അപ്പോൾ ഭസ്മമാക്കി കഴിയുമ്പോഴത്തേക്ക് ദേവി തൻ്റെ കാളീ രൂപത്തില് കാളിയായിട്ട് ഭദ്രകാളി രൂപത്തില് ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഇങ്ങനെ പറയും, ആ കാമദേവന് മോക്ഷം കൊടുക്കാൻ പറയും. ചെയ്തത് ഒട്ടും ശരിയായില്ല, അതുകൊണ്ട് ആ കാമദേവന് തിരിച്ച് തൻ്റെ ശരീരം കൊടുത്ത് തിരിച്ച് അവന് ജീവൻ കൊടുക്കാൻ പറയും. അങ്ങനെ ഭഗവാൻ ആ ദേവിയെ സ്തുതിക്കും. പരമശിവൻ ആ ദേവിയെ സ്തുതിച്ചിട്ട് അവസാനം ആ കാമദേവന് ആ ജീവൻ തിരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ദേവിയോട് ഇഷ്ടം തോന്നുകയും അങ്ങനെ ഇവിടെ ഹിമാലയത്തിൽ അവിടെ ഹിമവാന്റെ മേനയുടെയും പുത്രിയാണ് പാർവതി ദേവി. അങ്ങനെ ഹിമവാന്റെയും മേനയുടെയും പുത്രിയായ പാർവതി ദേവിയെ തനിക്ക് പരിണയം ചെയ്ത് തരണമെന്ന് പറയുകയും അങ്ങനെ അവിടെ ചെല്ലുകയും അങ്ങനെ ദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവർ സമ്മതിക്കുകയും ചെയ്യുകയാണ്. കാമൻ ഭഗവാന്റെ ക്രോധാഗ്നിയിൽ ദഹിച്ചു പോയ നാൾ മുതൽ രതി വിഷാദഗ്രസ്തയായി കഴിയുകയായിരുന്നു. രതിയുടെ ദുഃഖാവസ്ഥയിൽ ദയവ് തോന്നിയ നാരദ മുനി ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ഇന്ദ്രാദി ദേവന്മാരോടും പരമശിവനെ കണ്ട് കന്ദർപ്പന് പുനർജന്മം നൽകാൻ അപേക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അപ്രകാരം ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ശ്രീ പരമേശ്വരൻ കാമദേവന് പുനർജന്മം നൽകി രതിയെ സന്തുഷ്ടയാക്കുകയും ചെയ്തു. പരിണയ മുഹൂർത്തം സമാഗതമായി. പക്ഷേ ഭഗവാന്റെ രൂപഭാവങ്ങളിൽ യാതൊരു മാറ്റവും കാണാത്തതിൽ ബ്രഹ്മാവ് വിസ്മയപ്പെട്ടു. ജടയും താടിയും വളർത്തി ചാമ്പൽ പൂശിയ ദേഹവുമായിട്ടായിരുന്നു ഭഗവാന്റെ ഇരിപ്പ്. വിവാഹ നാളായതിനാൽ ഈ വികൃതി വേഷം മാറ്റി നവവരന്റെ വേഷം ധരിക്കണമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് കൈലേസീശ്വരനെ അനുനയിപ്പിച്ചു. സാമുദായിക ആചാരം പാലിക്കേണ്ടത് ധർമ്മമാണെന്ന ബ്രഹ്മാവിന്റെ നിർദ്ദേശം മഹേശ്വരൻ അംഗീകരിക്കുകയും അങ്ങനെ അദ്ദേഹം സുന്ദര കളേബരനായി കാളപ്പുറത്ത് കയറി ഡക്ക മൃദംഗം തുടങ്ങിയ വാദ്യകോശങ്ങളോട് ഡക്ക മൃദംഗം തുടങ്ങിയ വാദ്യകോശങ്ങളോടെ പുറപ്പെടുകയും ചെയ്തു. വിരിഞ്ചനും വിഷ്ണുദേവനും അദ്ദേഹത്തെ അനുധാവനം ചെയ്തു. പാർവതീദേവിയെ പരിണയിക്കാൻ എഴുന്നള്ളിയ ശ്രീ മഹാദേവനെ ഏവരും വിസ്മയഭാവത്തോടെ നോക്കി ആനന്ദം കൊണ്ടു. അപ്പോ ദേവിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ശിവഭഗവാൻ വരികയാണ്. അപ്പോ ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പുലിത്തോലൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ദേവന്മാരെല്ലാവരും നാരദ മഹർഷിയും അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ശിവഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ ഇങ്ങനെ ഒരു വേഷത്തില് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, വിവാഹ വേഷത്തിൽ തന്നെ വരണം എന്ന് പറയുകയാണ്. വിവാഹമാണല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിവാഹ വേഷത്തിൽ തന്നെ അണിഞ്ഞൊരുങ്ങി വരണം എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാൻ അതിസുന്ദരനായിട്ട് ആ ഒരു വിവാഹ വേഷത്തിൽ തന്നെ തലപ്പാവൊക്കെ ചൂടി നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അതിസുന്ദരനായിട്ട്, അതൊരു സുന്ദര രൂപമാണ്, അത് സുന്ദര ശിവൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രകലയൊക്കെ ചൂടി അങ്ങനെ ആ ഒരു രൂപത്തില് ശിവഭഗവാൻ വിവാഹത്തിന് പാർവതി ദേവി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. പാർവതി ദേവിയെ പരിണയിക്കാൻ എഴുന്നള്ളിയ ശ്രീ മഹാദേവനെ ഏവരും വിസ്മയഭാവത്തോടെ നോക്കി ആനന്ദം കൊണ്ടു. അങ്ങനെ ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപം കണ്ടിട്ട് എല്ലാവരും വിസ്മയത്തോടുകൂടി, അല്ലാതെയുള്ള ശിവഭഗവാന് മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇതെന്ന് പറയുന്നത് അത്രയും സുന്ദരമായിട്ടുള്ള രൂപമാണ്. അങ്ങനെ ആ ഒരു സുന്ദര രൂപം, ശിവഭഗവാന്റെ ആ ഒരു സുന്ദര രൂപം കണ്ടിട്ട് എല്ലാവരും അതിൽ അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ അവരെല്ലാവരും ആനന്ദഭരിതരാവുകയാണ്. ദേവീ ദേവന്മാർ അനുഷ്ഠിച്ച തപസ്സിന്റെ ഫലമെന്നോണം ഹിമവാൻ തന്റെ പുത്രിയെ വിധിപ്രകാരം പരമേശ്വരന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ദേവീ ദേവന്മാർ അനുഷ്ഠിച്ച തപസ്സിന്റെ ഫലമെന്നോണം എന്ത് ചെയ്യുകയാണ്, ഹിമവാൻ തന്റെ പുത്രിയെ വിധിപ്രകാരം പരമേശ്വരന് വിവാഹം കഴിച്ച് കൊടുക്കുകയാണ്. സാക്ഷാൽ സതീദേവിയാണ് ശിവന്റെ വാമഭാഗത്തിരിക്കുന്നതെന്ന് വിഷ്ണുവിനും ബ്രഹ്മദേവനും തോന്നി. ലോകരക്ഷാർത്ഥം സൽപുത്രന്മാർക്ക് ജന്മം നൽകാൻ ആ ദമ്പതികൾക്ക് കഴിയുമാറാകട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് അവർ അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു. ഹിമവാന്റെ അപേക്ഷ പ്രകാരം അവർ അവിടെ ഒരു കൊടുമുടിയിൽ താമസമാക്കി. അതുകൊണ്ടാണ് പരമശിവന് ഗിരീശൻ എന്ന നാമവും കൂടി കൈവന്നത്. അങ്ങനെ വിഷ്ണുവും ബ്രഹ്മദേവനും സതീദേവി തന്നെയാണോ അടുത്തിരിക്കുന്നത് എന്ന് തോന്നുന്നത്. കാരണം സതീദേവിയുടെ തന്നെ അവതാരമാണല്ലോ പാർവതി ദേവി എന്ന് പറയുന്നത്. അങ്ങനെ ലോകരക്ഷാർത്ഥം വിഷ്ണുവും ബ്രഹ്മദേവനും എന്ത് പറയുകയാണ്, ലോകരക്ഷാർത്ഥം സൽപുത്രന്മാർക്ക് ജന്മം നൽകാൻ ആ ദമ്പതികൾക്ക് കഴിയുമാറാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് അവർ അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു. ഹിമവാന്റെ അപേക്ഷ പ്രകാരം അവർ അവിടെ തന്നെ
അവിടെ ഒരു കൊടുമുടിയിൽ താമസമാക്കി. അപ്പൊ ഹിമവാന്റെ അപേക്ഷപ്രകാരം ശിവഭഗവാനും പാർവതി ദേവി അവിടെ ഒരു കൊടുമുടിയിൽ താമസിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് പരമശിവന് ഗിരീശൻ, അതുകൊണ്ട് പരമശിവന് അങ്ങനെ താമസിച്ചത് കൊണ്ടാണ് ഭഗവാന് ഗിരീശൻ എന്നുള്ള പേര്, നാമധേയം ഉണ്ടായത്. സുഗന്ധ പുഷ്പാലങ്കൃതമായ വിശാലമായ ഒരു തൽപ്പത്തിൽ ഗിരീശനും ഗിരിജയും രതിക്രീഡയ്ക്കുള്ള ഒരുക്കം തുടങ്ങി. ഈ സമയം നന്ദി വിനീത ഭാവത്തിൽ ഭഗവാന്റെ മുന്നിൽ നിലകൊള്ളുകയായിരുന്നു. ഗോപുരദ്വാരത്തിൽ കാവൽ നിൽക്കാൻ ഭഗവാൻ നന്ദികേശനോട് ആജ്ഞാപിക്കുകയും അദ്ദേഹം തന്റെ ദേവന്റെ നിർദ്ദേശം ശിരസാ വഹിക്കുകയും ചെയ്തു. ഭഗവാനും ദേവിയും രതിക്രീഡ ആരംഭിച്ചു. എങ്കിലും 15 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദേവന് ഇന്ദ്രിയ സ്ഖലനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഭഗവാന്റെ പാദചലനമേറ്റ് ഭൂമിദേവി പോലും ക്ഷീണിതയായി. ദുഃഖിതയായ ധരണി മാതാവ് ഗോരൂപം കൈക്കൊള്ളുകയും ആദിത്യദേവനെ സമീപിച്ച് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്തു. ഈ വാർത്ത ബ്രഹ്മദേവന്റെ ചെവിയിലും എത്തി. അദ്ദേഹം യുക്തിസഹജമായ മറുപടിയാണ് പറഞ്ഞത്. ദേവിയിൽ പരമേശ്വരൻ ജനിപ്പിക്കുന്ന പുത്രൻ അസുരന്മാരെയും ദേവന്മാരെയും ഒരുപോലെ പീഡിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആയതിനാൽ ഉടനെ അവരുടെ രതിക്രീഡ തടയേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം സൂര്യദേവൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും കൂടി പാർവതി പരമേശ്വരന്മാരുടെ രതിക്രീഡാ സ്ഥലത്ത് എത്തിച്ചേർന്നു. പക്ഷേ ദേവന്മാരുടെ ആഗമനോദ്ദേശം അറിഞ്ഞിട്ടും അവർ രതിക്രീഡ തുറന്നുകൊണ്ടേയിരുന്നു. ഭൂമിദേവി സ്ത്രീ സഹജമായ ലജ്ജയാൽ നമ്രശിരസ്കയായി നിലകൊള്ളുന്നത് കണ്ട ബ്രഹ്മദേവൻ ക്രീഡ അവസാനിപ്പിക്കാൻ ശിവനോട് അപേക്ഷിച്ചതനുസരിച്ച് ദേവി ലജ്ജാഭാവത്തോടെ എഴുന്നേറ്റു. ഉടനെ ദേവിയുടെ വീര്യത്തിൽ നിന്ന് ദിവ്യപ്രഭയുള്ള ഒരു ഉഗ്രപുരുഷൻ ജന്മമെടുക്കുകയും ദേവി അവന് ഭൈരവൻ എന്ന് പേരിടുകയും ചെയ്തു. ഭൈരവനെ പുറംകാവലിനുള്ള ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. കൈലാസേശ്വരൻ തന്റെ രേതസിനെ സ്രവിപ്പിക്കാൻ തീർച്ചയാക്കി. ഈ രേതസ് പാഴാക്കാതിരിക്കാൻ ബ്രഹ്മാവ് വായുദേവനെ മുൻകൂട്ടി ഏർപ്പാടാക്കിയിരുന്നു. യോഗീശ്വരനായ ദേവൻ തന്റെ രേതസിനെ അഗ്നിദേവന്റെ ശിരസിൽ പതിപ്പിച്ചു. ഭഗവാന്റെ രേതസ് ഭൂമിയിൽ പതിക്കരുതെന്നാണ് വിധി. വെള്ളിമാലയ്ക്ക് തുല്യം പ്രശോഭിച്ചിരുന്ന ആ രേതസ് താങ്ങാനാകാതെ അഗ്നിദേവൻ താഴേക്കിട്ടു. ശരപ്പുല്ല് നിറഞ്ഞ കാനനത്തിലാണത് വീണത്. അതിൽ നിന്നൊരു ഭാഗമെടുത്ത് വായുദേവൻ 6 കൃത്തികകളുടെ യോനിയിൽ സ്ഥാപിച്ചു. അത് അവരുടെ ഗർഭത്തിൽ ഉൾക്കൊണ്ട് വളർന്നു. അഗ്നിയുടെ ശിരസിൽ അവശേഷിച്ച ശിവബീജം കനകമായി നിന്ന് പ്രകാശിച്ചു. കൃത്തികകൾക്ക് ഗർഭം താങ്ങാനാകാതെ വന്നപ്പോൾ വായുദേവൻ ആ 6 ഗർഭസ്ഥ ശിശുക്കളെയും ഒരു പെട്ടിയിലാക്കി ഗംഗയിൽ ഒഴുക്കി. ഇക്കാര്യം അറിഞ്ഞ വിരിഞ്ചൻ പേടകം തുറക്കുന്നതും 6 തിരുമുഖവും 12 കണ്ണുകളുമുള്ള തേജസ്സേറിയ ഒരു ആൺകുട്ടിയെ പുറത്തെടുത്തു. ആ കുട്ടിയെ പാർവതിയും പരമേശ്വരനും അറിയാതെ ബ്രഹ്മാവ് രഹസ്യമായി വളർത്തി. ദേവാസുര യുദ്ധം തുടങ്ങിയപ്പോൾ കാർത്തികേയനായിരുന്നു സുരന്മാരുടെ മുഖ്യനായി അവതരിച്ചിരുന്നത്. അസുരന്മാരിൽ മുഖ്യനായി വർത്തിച്ചത് താരകനായിരുന്നു. ബ്രഹ്മാവ് സമ്മാനിച്ച വേലുകൊണ്ട് കാർത്തികേയൻ താരകനെ യമാലയത്തിൽ എത്തിച്ചു. അങ്ങനെ ദേവിയുടെയും പരമശിവന്റെയും വിവാഹശേഷം ആരാണ് താരകനെ വധിക്കാൻ വേണ്ടി, താരകാസുര വധത്തിന് വേണ്ടിയിട്ട് മുരുക ഭഗവാൻ ആ സ്കന്ദൻ അവതരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് സമ്മാനിച്ച ആ വേലുകൊണ്ട് കാർത്തികേയൻ അതായത് കാർത്തികാ ദേവിമാരാണ് ആ കാർത്തികേയനെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ 6 മുഖമുള്ളത് കൊണ്ട് തന്നെ 6 മുഖൻ എന്നുള്ള പേരും ആ സുബ്രഹ്മണ്യ സ്വാമിക്കുണ്ട്. അങ്ങനെ കാർത്തികേയൻ തന്റെ ബ്രഹ്മാവ് സമ്മാനിച്ച ആ വേലുകൊണ്ടാണ് താരകൻ എന്ന് പറയുന്ന ആ താരകാസുരനെ ഭഗവാൻ വധിക്കുന്നത്. അങ്ങനെ താരകാസുരനെ ആ കാർത്തികേയൻ, ശിവപാർവതിമാരുടെ പുത്രനായ കാർത്തികേയൻ ആ ദുഷ്ടനായ താരകാസുരനെ വധിക്കുകയാണ്. യുദ്ധം അവസാനിച്ചപ്പോൾ ബ്രഹ്മാവ് താരകാന്തകനെ കൈലാസത്തിൽ എത്തിക്കുകയും ശിവപാർവതിമാർ കുമാരന്റെ മാതാപിതാക്കളാണെന്ന കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴാണ് തങ്ങൾക്ക് ഒരു പുത്രൻ ജനിച്ച സത്യം ശിവനും പാർവതിയും അറിയുന്നത്. പാർവതി പുത്രന്റെ വാത്സല്യത്തോടെ മടിയിൽ പിടിച്ചിരുത്തി ലാളിക്കുകയും സ്തനമൂട്ടുകയും ചെയ്തു. ഒരു ദിവസം ഭഗവാൻ ശിവൻ പരിവാരങ്ങളോടൊത്ത് കാനന സഞ്ചാരത്തിന് പോയി. പ്രദർശനത്തിന് മുൻപ് സ്നാനകർമ്മം നിർവഹിക്കണമെന്ന് ദേവി വിചാരിച്ചു. നീരാട്ടിനിറങ്ങിയപ്പോൾ ദേവിക്ക് ഒരു ഉൾക്കിടലം ഉണ്ടായതിനാൽ തന്റെ ശരീരത്തിൽ പുരട്ടിയിരുന്ന മഞ്ഞൾ തുടച്ചെടുത്ത് ഒരു രൂപമുണ്ടാക്കി ഒരിടത്ത് വെച്ചു. അതിൽ നിന്നും ചതുർബാഹുക്കളുള്ള അത്യാകർഷണമായ ഒരു ആൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. ആര് വന്നാലും ഭവനത്തിനുള്ളിലേക്ക് കടത്തിവിടരുതെന്ന് ദേവി ബാലകനോട് പറഞ്ഞിട്ട് കുളിക്കാൻ പോയി. അങ്ങനെ ദേവി സ്നാനം ചെയ്യാൻ പോയ സമയത്ത് ദേവിയുടെ ആ ശരീരത്തിലുള്ള ആ മഞ്ഞളിൽ നിന്നും എടുത്തിട്ട് ഒരു രൂപം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ രൂപം ഒരു കുട്ടിയായിട്ട് മാറുകയാണ്. അതാണ് ഗണപതി എന്ന് പറയുന്നത്. അങ്ങനെ ദേവിക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. അങ്ങനെ ദേവി സൃഷ്ടിച്ച ആ കുഞ്ഞാണ് ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത്.
അങ്ങനെ ഈ ഗണപതിയോട് പറയുകയാണ് ദേവി, ഞാൻ സ്നാനം ചെയ്തിട്ട് വരുന്നത് വരെ നീ എനിക്ക് കാവൽ നിൽക്കണം. ആര് വന്നു കഴിഞ്ഞാലും ആരൊക്കെ വന്നു കഴിഞ്ഞാലും ശരി തന്നെ ഇങ്ങോട്ടേക്ക് കടത്തി വിടരുതെന്ന് പറയുകയാണ്. എന്നിട്ട് ദേവി സ്നാനം ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷെ കാവൽ നിന്നിരുന്ന ബാലൻ അദ്ദേഹത്തെ അകത്തേക്ക് പോവാൻ അനുവദിച്ചില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ പരമശിവൻ മടങ്ങി വന്നു. പക്ഷേ കാവൽ നിന്നിരുന്ന ബാലൻ അദ്ദേഹത്തെ അകത്തേക്ക് പോവാൻ അനുവദിച്ചില്ല. ബാലകനും ഭഗവാനും തമ്മിൽ വാദപ്രതിവാദം നടത്തുകയും അത് തർക്കം മൂത്ത് വഴക്കിലേക്ക് നീങ്ങുകയും ചെയ്തു. രുദ്രൻ കോപത്തോട് തന്റെ ശൂലാഗ്രം അവന്റെ ശിരസിൽ വച്ചു. ശിരസ് പൊട്ടി അവൻ നിലത്തു വീണു. ഭഗവാൻ അകത്തേക്ക് പോകുകയും ചെയ്തു. പാർവതി ദേവി കുളികഴിഞ്ഞ് വന്നപ്പോൾ തന്റെ പുത്രനെ കാണാത്തതിനാൽ അവർ ഉറക്കെ കരഞ്ഞു. എന്നാൽ ഇങ്ങനെ ഒരു പുത്രൻ ജനിച്ച വിവരം പരമേശ്വരൻ അറിഞ്ഞിരുന്നില്ല. ദേവിയുടെ ദുഃഖം കണ്ട ശിവന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം നേരെ വനത്തിനുള്ളിലേക്ക് പോയി. ഒരാന വടക്കോട്ട് തലയും വെച്ച് കിടന്നുറങ്ങുന്നതാണ് അദ്ദേഹം കണ്ടത്. ഭഗവാൻ ആ ഗജശിരസ് വെട്ടിയെടുത്തുകൊണ്ടുവന്ന് മൃതനായി കിടക്കുന്ന ഉണ്ണിയുടെ ശരീരത്തിൽ വെച്ചു. സാക്ഷാൽ ബ്രഹ്മം തന്നെ ആകാരം കൈക്കൊണ്ട മഹേശ്വരന് സാധിക്കാത്തതായി എന്താണുള്ളത്? ആനത്തല സ്ഥാപിച്ചതോടെ ജീവൻ വെച്ച ഉണ്ണി എഴുന്നേറ്റ് മാതാപിതാക്കളെ വണങ്ങി നിന്നു. ശിവൻ ആ ഉണ്ണിക്ക് വിനായകൻ എന്നും ഗജാനനൻ എന്നും പേരിട്ട് വിളിച്ചു. ഈ സംഭവത്തിന് ശേഷം അവർ പുത്രനെയും കൊണ്ട് കൈലാസത്തിലേക്ക് പോയി. അങ്ങനെ ഗണപതി ഭഗവാൻ അവിടെ നിൽക്കുകയാണ്. അപ്പം ഈ ബാലൻ ആരാണെന്ന് അറിയില്ല. അങ്ങനെ ശിവഭഗവാൻ തടയുകയാണ്. വന്നപ്പോൾ ശിവഭഗവാൻ തടയുകയാണ്. അങ്ങനെ അതികോപിഷ്ഠനായിട്ട് ശിവഭഗവാൻ തൻ്റെ ആയുധം കൊണ്ട്, മഴ കൊണ്ട്, ശൂലം കൊണ്ട്, ശൂലമാണല്ലോ ഭഗവാന്റെ കയ്യിൽ, അങ്ങനെ ത്രിശൂലം കൊണ്ട് തല അറുക്കുകയാണ്. ബാലന്റെ ശിരസ് അറുക്കുകയാണ്. അപ്പൊ പാർവതി ദേവി ഇത് അറിയുന്നില്ല. പാർവതി ദേവി സ്നാനം കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്റെ പുത്രൻ അവിടെ മൃതപ്രാണനായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ദേവി വളരെയധികം വിഷമിക്കുകയും കരയുകയും ചെയ്യണം. അപ്പോൾ ഇത് തന്റെ പുത്രനാണോ എന്ന് അപ്പോഴാണ് ശിവഭഗവാന് മനസ്സിലാവുന്നത്. അതുവരെ അറിഞ്ഞിരുന്നില്ലല്ലോ. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യണം, ഭഗവാൻ ഇങ്ങനെ വനത്തിലേക്ക് പോകുമ്പോൾ വടക്കോട്ട് പുറംതിരിഞ്ഞ് ഒരു ആന കിടക്കുന്നത് കാണുകയും അങ്ങനെ ആ ആനയുടെ ശിരസ് കൊണ്ടുവന്ന് ഈ ഗണപതി ഭഗവാന് വെച്ചു കൊടുക്കുക. അങ്ങനെ ശിവഭഗവാൻ മഹാമൃത്യുഞ്ജയന് സാധിക്കാത്തതായിട്ട് എന്താണുള്ളത്? അങ്ങനെയുള്ള ഭഗവാൻ ഗണപതി ഭഗവാന് വീണ്ടും എന്ത് കൊടുക്കുകയാണ്? ജീവൻ കൊടുക്കുകയാണ്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം അവർ പുത്രനെയും കൊണ്ട് കൈലാസത്തിലേക്ക് പോയി. ഈ സംഭവത്തിന് ശേഷം പുത്രനെയും കൊണ്ട് ശിവപാർവതിമാര് കൈലാസത്തിലേക്ക് പോവുകയാണ്. ഓംകാര പൊരുളായ ശ്രീ പരമേശ്വരനെയും ഗിരിജയെയും സംപ്രീതരാക്കുന്നതിനും അവരുടെ ഓമനകളായ പുത്രന്മാരുടെയും ദിവ്യാനുഗ്രഹം നേടുന്നതിനും വിവിധ തരം പൂജകളും വ്രതങ്ങളും വിധിച്ചിട്ടുണ്ട്. പ്രദോഷം, സോമവാരം, ശിവരാത്രി തുടങ്ങിയവയാണ് അതിനുള്ള ഉദാഹരണങ്ങൾ. ശിവരാത്രി പൂജ രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനത്തോടെ ഉള്ള ഓംകാരം ജപിക്കൽ, വില്ലുപത്രാർച്ചന തുടങ്ങിയവ വിധിപ്രകാരം നിഷ്കാമ ഭക്തിയോടെ നിർവഹിച്ചാൽ ദേവീദേവന്മാരുടെ പ്രീതി നേടാനും അതിലൂടെ ബ്രഹ്മാനന്ദം അനുഭവിക്കാനും ഇടവരുന്നു. നിർഗുണനായ പരബ്രഹ്മത്തിൽ നിന്നാണ് ആദിയിലുണ്ടായ സഗുണരൂപമായ ശിവൻ. ബ്രഹ്മനിശ്ചയപ്രകാരം ശിവനിൽ നിന്നും പ്രകൃതിയും പുരുഷനും ഉണ്ടായി. മൂലസ്ഥാനത്ത് നിലകൊണ്ട അവർ ജലാന്തർഭാഗത്തു നിന്ന് തപസ് ചെയ്തു. ഈ ജലമാണ് ലോകമാകെ വ്യാപിച്ചത്. അതിനെ ആധാരമാക്കിക്കൊണ്ട് ശ്രീഹരി യോഗമായയോടൊപ്പം അവിടെ ശയിച്ചതും. രൂപമില്ലാതിരുന്ന പരമാത്മാവ് സകലരുടെയും ചിന്താമണ്ഡലത്തിന് ഗ്രഹ്യമാക്കുന്നതിന് വേണ്ടിയാണ് ആകാരം കൈക്കൊണ്ടതെന്നും ഒരു യഥാർത്ഥ ഭക്തൻ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ശിവനെയും രുദ്രനെയും വേറിട്ട് കാണേണ്ടതില്ല. രണ്ടുപേരുടെയും കർമ്മവും രൂപവും തുല്യമാണ്. അപ്പോൾ ശിവഭഗവാനും രുദ്രനും രണ്ടല്ല, ഒന്നാണ്. രണ്ടുപേരുടെയും കർമ്മവും രൂപവും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. രണ്ടുപേരും ഭക്തന്മാരിൽ കാരുണ്യാമൃതം ചൊരിയുകയും അവർക്ക് ഉത്തമഗതി നൽകുകയും ചെയ്യുന്നു. എന്നാൽ രുദ്രൻ ശിവനിൽ മാത്രമേ വിലയം കൊള്ളാൻ കഴിയുകയുള്ളൂ. രുദ്രൻ പരാക്രമ സ്വഭാവം അഥവാ പാപികൾക്ക് തക്കതായ ശിക്ഷാവിധി ഏർപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ശക്തിവിശേഷമാണ്. അപ്പം രുദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രന് ശിവനിൽ മാത്രമേ വിലയം പ്രാപിക്കാൻ കഴിയുള്ളൂ. കാരണം ശിവനിൽ നിന്നാണ് ആ രുദ്രൻ ഉത്ഭവിച്ചത്. അതുകൊണ്ട് ആ രുദ്രന് ശിവനിൽ മാത്രമേ വിലയം പ്രാപിക്കാൻ കഴിയുള്ളൂ. പിന്നെ രുദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാക്രമ സ്വഭാവം അഥവാ പാപികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷാവിധി ഏർപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ശക്തിവിശേഷമാണ് രുദ്രൻ എന്ന് പറയുന്നത്. അജ്ഞതയുടെ അന്ധകാര കയത്തിൽ കിടന്ന് ദിക്കറിയാതെ തപ്പുന്നവർക്കുള്ള മോചനത്തിന്റെയും വിജ്ഞാന പ്രകാശത്തിന്റെയും ഒരേ ഒരു മാർഗം ശിവഭക്തി മാത്രമാണ്.
അപ്പോൾ അജ്ഞതയുടെ അന്ധകാരത്തിൽ കിടന്ന് ദിക്കറിയാതെ തപ്പുന്നവർക്ക് ഉള്ള ഒരേ ഒരു മോചനത്തിന്റെയും വിജ്ഞാന പ്രകാശത്തിന്റെയും ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ശിവഭക്തി മാത്രമാണ്. ഈ ജഗത്തിലുള്ള സകലതും ശിവരൂപമായതിനാൽ ഏത് ദേവന് അല്ലെങ്കിൽ ദേവിക്ക് എന്ത് അർപ്പിച്ചാലും ഭക്തന് തന്റെ സൽക്കർമ്മത്തിനുള്ള ഫലം പ്രദാനം ചെയ്യുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയായ പരമശിവൻ തന്നെയാണ്. എല്ലാ ദേവീദേവന്മാർക്കും ഭക്തന്മാരുടെ മനോഗുണവും ഭക്തിയുടെ തീവ്രതയും അനുസരിച്ച് ഫലം നൽകാനുള്ള ശക്തിവിശേഷം ഉണ്ടെങ്കിലും അവർ നൽകുന്നത് ഭൗതിക സുഖങ്ങൾ പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ വസ്തുക്കളാണ്. എന്നാൽ ശ്രീഹരിക്കും ശ്രീഗണേശനും കാർത്തികേയ ഭഗവാനും ഭക്തന്മാർക്ക് മോക്ഷമാർഗം വരദാനമായി നൽകുവാനുള്ള ശക്തി ഉണ്ടെങ്കിലും സാക്ഷാൽ കൈലാസനാഥൻ പ്രദാനം ചെയ്ത ബ്രഹ്മചൈതന്യ വിശേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന അലംഘനീയമായ സത്യം മോക്ഷാർത്ഥിയായ ഒരു ഭക്തൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സൃഷ്ടിക്ക് മുൻപും ശിവനുണ്ടായിരുന്നു. ശ്രീ പരമേശ്വരന്റെ കൽപ്പന പ്രകാരം ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ആചരിക്കുന്നു. എങ്കിലും സൃഷ്ടിയുടെ മധ്യത്തിലും ഭഗവാൻ വിരാജിക്കുന്നു എന്ന് മാത്രമല്ല, സൃഷ്ടികർമ്മത്തിന്റെ നേതൃത്വം ശിവനിൽ തന്നെ നിലനിൽക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെ. സൃഷ്ടിയുടെ അന്ത്യത്തിലും പരമശിവൻ ഉണ്ടായിരിക്കുകയും ചെയ്യും. സകലതും ശൂന്യതയിൽ പരിണമിക്കുമ്പോഴും ശിവന് സത്തയുണ്ടായിരിക്കും. കാരണം ആദി മധ്യാന്തങ്ങളില്ലാത്ത സനാതനമായി നിലകൊള്ളുന്ന പരബ്രഹ്മ ചൈതന്യ വിശേഷം സാക്ഷാൽ പരമശിവൻ തന്നെയാണ്. അതായത് പരമശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്നതാണ്. ആ ഭഗവാന് ആദിയുമില്ല അന്തവുമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവന്മാരുടെ എല്ലാം ദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. നിർഗുണാവസ്ഥയിൽ നിന്ന് സഗുണാവസ്ഥ സ്വീകരിക്കുന്നത് ഭഗവാൻ കൈലാസനാഥൻ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ആ നിർഗുണാവസ്ഥയിൽ നിന്ന് സഗുണാവസ്ഥ പ്രാപിക്കുന്നതെന്ന് പറയുന്നത് കൈലാസനാഥനായിട്ടുള്ള ശിവഭഗവാനാണ്. സദാശിവനാണ് വിഷ്ണുദേവന് സനാതന വേദങ്ങളുടെയും ബീജവർണ്ണങ്ങളുടെയും പൂജാവിധികളുടെയും ബ്രഹ്മരഹസ്യം തന്റെ ശ്വാസഗതിയിലൂടെ പ്രദാനം ചെയ്തത്. അപ്പോൾ സദാശിവനാണ് വിഷ്ണുദേവന് സനാതന വേദങ്ങളുടെയും ബീജവർണ്ണങ്ങളുടെയും പൂജാവിധികളുടെയും എല്ലാം ബ്രഹ്മരഹസ്യം തന്റെ ശ്വാസഗതിയിലൂടെ പ്രദാനം ചെയ്തത്. വാചാമഗോചരനായ ഈ അനന്തശക്തിയാണ് സകല വിദ്യകളുടെയും ഉറവിടം. വാചാമഗോചരമായിട്ടുള്ള ഈ അനന്തശക്തിയാണ് സകല വിദ്യകളുടെയും ഉറവിടം എന്ന് പറയുന്നത്. പ്രപഞ്ചഭരണത്തിന്റെ ചുമതല വഹിക്കാൻ ഓംകാരപുരുളായ സദാശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ശ്രീ ഗണേശൻ, ശ്രീ മുരുകൻ, ശ്രീദേവിമാർ, അഗ്നിദേവൻ, വായു ഭഗവാൻ തുടങ്ങിയ അനേകം പേരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അദ്ദേഹത്തിൽ തന്നെ നിഗൂഢമായി വർത്തിക്കുന്ന നിർഗുണമായ ബ്രഹ്മനിശ്ചയത്തിലാണെന്ന കാര്യം ഒരു ഭക്തൻ വ്യക്തമായും തന്റെ ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ടതാണ്. മഹാകാലനായ അദ്ദേഹത്തിന് പാലകനെയോ സംഹാരകനെയോ സ്ഥിതികാരകനെയോ സൃഷ്ടികർത്താവിനെയോ ആവശ്യമില്ല. അദ്ദേഹം സർവചരാചരങ്ങളുടെയും ആദിഭാവവും ആധാരവുമാണ്. ഏകത്വമായി നിരാകാരമായി വർത്തിക്കുന്ന പരബ്രഹ്മം നാനാത്വമായി രൂപങ്ങൾ കൈവരിക്കുമ്പോഴും ഒരു നിലവിളക്കിന്റെ ദീപനാളത്തിൽ നിന്നും എണ്ണമറ്റ വിളക്കുകളിലേക്ക് ദീപനാളം പകരുമ്പോഴും അഥവാ വേർതിരിച്ചെടുക്കുമ്പോഴും ആദി ദീപത്തിന്റെ നാളത്തിന് അല്പം പോലും പ്രകാശം കുറയുന്നില്ലെന്നതുപോലെ യാതൊരുവിധ ന്യൂനതയും സംഭവിക്കാതെ പൂർവ്വസ്ഥിതിയിൽ തന്നെ നിലകൊള്ളുന്ന ശിവശക്തി ശക്തി വിശേഷണമാണ് സദാശിവൻ. മാത്രമല്ല നാനാത്വമായി വർദ്ധിക്കുന്ന ജീവാത്മാക്കളെ പിൻവലിക്കാനും പരമാത്മാവിനോട് കൂടിച്ചേർക്കാനും കഴിയുമെന്നതും നാം ഓർത്തിരിക്കണം. അപ്പം ഭഗവാന് തന്നെയാണ് ആ പരമാത്മാവിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കാനുള്ള കഴിവുള്ളതും. അതുകൊണ്ട് എത്രയൊക്കെ വിളക്കുകൾ അണഞ്ഞു പോയാലും ആ പ്രകാശം ജ്വലിച്ചുകൊണ്ട് നിൽക്കുക തന്നെ ചെയ്യും. അത്രയ്ക്കും പ്രകാശമയമാണ് ഭഗവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. അത്രയ്ക്കും പ്രകാശം മയമാണ് ആ ശിവഭഗവാൻ എന്ന് പറയുന്നത്. അതുപോലെ മാത്രമല്ല നാനാത്വമായി വർദ്ധിക്കുന്ന ജീവാത്മാക്കളെ പിൻവലിക്കാനും തന്റെ പരമാത്മാവിനോട് ആ അംശത്തോട് പരമാത്മാവിനോട് കൂട്ടിച്ചേർക്കുവാനും കഴിയുമെന്നതും നാം ഓർത്തിരിക്കണം. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. ഹര ഹര മഹാദേവ ശംഭോ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം രാധാകൃഷ്ണായ നമഃ. ഓം ലക്ഷ്മി നാരായണായ നമഃ. ഓം ഉമാമഹേശ്വരായ നമഃ. സീതാരാമായ നമഃ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ശക്തി, അതായത് ശിവനും ശക്തിയും ചേരുമ്പോഴാണ് ആ പ്രപഞ്ച സൃഷ്ടി, ആ പ്രപഞ്ചത്തിലുള്ള ആ ആനന്ദം ഉണ്ടാവുന്നത്, അല്ലെ? അതുപോലെ തന്നെയാണ് ബ്രഹ്മാവും സരസ്വതിയും ചേരുമ്പോഴാണ് ആ സൃഷ്ടികർമ്മങ്ങളും ആ വിദ്യാകർമ്മങ്ങളും അങ്ങനെയുള്ളതെല്ലാം നന്നായിട്ട് പോകുന്നത്.
അതുപോലെ രാധാകൃഷ്ണന്മാർ ചേരുമ്പോഴാണ് ആ പ്രേമം, ആ ഭക്തി, ആ എന്താ പറയാ, ആ സ്നേഹം ഇതെല്ലാം ഒരുമിച്ച് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഉമാമഹേശ്വരന്മാർ ചേരുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ മംഗളം, ഈ പ്രപഞ്ചത്തിലെ ഐശ്വര്യം, ഈ പ്രപഞ്ചത്തില് ദുഷ്ടരായിട്ടുള്ളവർക്കുള്ള ശിക്ഷ, അങ്ങനെ എല്ലാം അതും വരുന്നതും ആ ശിവപാർവതിമാരുടെ സംഗമം. അതുപോലെ ലക്ഷ്മി നാരായണന്മാർ ഒരുമിക്കുമ്പോഴാണ് നമുക്ക് സമ്പൽ സമൃദ്ധി, ഐശ്വര്യങ്ങള്, അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകും. അപ്പം ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനുമില്ല. അപ്പോൾ ഒരു ഇതില് ഒരു പേരില്ല, അല്ലെങ്കിൽ ഒരു രൂപം അതിലില്ലാന്നുണ്ടെങ്കിൽ, ആ ഒരു ഐശ്വര്യം, ആ ഒരു പ്രകാശം ഇല്ലാന്നുണ്ടെങ്കിൽ, ആ പ്രകാശമാണ് സ്ത്രീ എന്ന് പറയുന്നത്. ആ സ്ത്രീ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ അത് വേറെ ഏതെങ്കിലും ഒരു ദേവൻ മാത്രം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇത് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷെ ഇത് ഒരുമിച്ച് വരുമ്പോഴാണ് ആ അർദ്ധനാരീശ്വര രൂപം, അല്ലെങ്കിൽ ആ അർദ്ധനാരീശ്വര സങ്കല്പം ഒരുമിച്ച് വരുമ്പോഴാണ് അവിടെയാണ് ആ സത്യം എന്ന് പറയുന്നത്, ആ സ്നേഹം, ആ പ്രേമം, ആ ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം, പ്രകാശമാണ്. അത്രയും പ്രകാശമാണ് പരമശിവൻ എന്ന് പറയുന്നത്. നമ്മളിൽ ആ പ്രകാശം നിറയ്ക്കുന്നതും ഭഗവാൻ തന്നെയാണ്. എന്നാൽ നമ്മുടെ പ്രകാശം അണയാറാകുമ്പോൾ അതിനെ കെടുത്തിക്കൊണ്ടു പോകുന്നതും ആ ഭഗവാൻ. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, കാലമില്ലാത്ത കാലത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ അത്രയും നമ്മുടെ ജീവിതം അവസാനിച്ച്, നമുക്ക് ചിലപ്പോ 80 വയസ്സ് 90 വയസ്സായി, നമ്മൾ അത്രയും 80 വയസ്സൊക്കെ നമ്മൾ അത്രയും വയസ്സായി, നമുക്ക് ഒരു എന്താ പറയാ, അത്രയും കഷ്ടതകൾ അനുഭവിക്കാതെ ഭഗവാനിലേക്ക് വിളിക്കാനുള്ള ആ ഒരു ഇത് തരുന്നതും ആ ശിവഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശിവഭഗവാൻ ഉണ്ടെങ്കിലേ ആ യമധർമ്മൻ പോലും നമുക്ക് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ശിവഭഗവാൻ മൃത്യുഞ്ജയനാണ്, ശിവഭഗവാൻ കാലഭൈരവനാണ്, ശിവഭഗവാനാണ് ഇത് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് വയസ്സായിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരുപാട് വയസ്സായിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച് കിടക്കുന്ന മുത്തശ്ശന്മാര് അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ആ ഓം നമഃ ശിവായ മന്ത്രം പറയുക. അങ്ങനെ ഭഗവാന്റെ നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാനോട്. അവർക്ക് അങ്ങനെ കിടന്ന് അങ്ങനെ ബെഡിൽ കിടന്ന് അത്രയും ദുഃഖങ്ങൾ അനുഭവിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ ദുഃഖങ്ങൾ കൊടുക്കാതെ അവർക്ക് എത്രയും പെട്ടെന്ന് ഭഗവാനിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ശിവഭഗവാനോട് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ദുഃഖം മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അതിനും സഹായിക്കുന്നത് ശിവഭഗവാനാണ്. അതും നടക്കണമെന്നുണ്ടെങ്കിൽ, ആ ഒരു മോക്ഷം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഈ ശിവഭഗവാൻ തന്നെ വിചാരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ അവർക്ക് മോക്ഷം കൊടുക്കണമെന്നുണ്ടെങ്കിലും ഭഗവാൻ തന്നെ വിചാരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വിഷ്ണു പാർഷദന്മാര് വരും. അവര് വിഷ്ണു ഭക്തരാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി അവര് നാമം ജപിച്ച് കൃഷ്ണ എന്ന് വിളിച്ച്, അല്ലെങ്കിൽ രാമ എന്ന് വിളിച്ച്, അല്ലെങ്കിൽ നാരായണ എന്ന് വിളിച്ചാണെങ്കിൽ അവിടെ വിഷ്ണു പാർഷദന്മാര് വന്നാണ് അവരെ കൊണ്ടുപോകുന്നത്. അവരുടെ ആത്മാവിനെ കൊണ്ടുപോയി അവർക്ക് വൈകുണ്ഠത്തിൽ ഒരു സ്ഥാനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവര് രാധാകൃഷ്ണ ഭക്തന്മാരാണെങ്കിൽ അവർക്ക് വൃന്ദാവനത്തിൽ ഒരു സ്ഥാനം കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ശിവഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുക. വിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ശിവഭഗവാനെയും നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് മൂന്നും വേണം, സൃഷ്ടിയും വേണം, സ്ഥിതിയും വേണം, അതുപോലെ തന്നെ നമുക്ക് സംഹാരവും വേണം. അല്ലാതെ നമുക്ക് ഒന്നിനെയും മാറ്റി നിർത്താൻ കഴിയില്ല. അങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ദക്ഷന്റെ ആ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല, അതൊരിക്കലും അനുവദനീയമല്ല. ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്നെ മാത്രം പൂജിക്കണം എന്ന് പറഞ്ഞില്ല. പക്ഷെ എന്നെ മാത്രം പൂജിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഭഗവാൻ ആ ഭക്തി, പ്രേമഭക്തി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. പക്ഷെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ശിവഭഗവാനെയോ ശിവപാർവതിമാരെയോ പ്രാർത്ഥിക്കരുതെന്ന് ഒരു ഭഗവാനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ശിവഭഗവാനെയും നമ്മൾ പ്രാർത്ഥിക്കണം. വേറെ ഏത് ഭക്തരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് മംഗളം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കഷ്ടപ്പെടുന്ന, നമ്മുടെ കുടുംബത്തില് ഒരുപാട് വയസ്സായി കഷ്ടപ്പെടുന്ന ആ ആത്മാക്കൾ, അവർക്ക് ആ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ആ കഷ്ടതകൾ മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശിവഭഗവാനെ പ്രാർത്ഥിക്കുക തന്നെ വേണം. ശിവഭഗവാൻ എന്ന് പറയുന്നതും ഒരു വലിയ നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രാധാന്യമുള്ള ഭഗവാനാണ് ശിവഭഗവാൻ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്ന ഗുരുവാണ്, പരമഗുരുവും ആ ശിവഭഗവാൻ തന്നെയാണ്.
അതുകൊണ്ട് തീർച്ചയായും ശിവഭഗവാന് നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. അതുപോലെ നമുക്ക് അകാല മരണങ്ങൾ, ചിലർക്ക് അകാല മരണങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ചിലർക്ക് വണ്ടി തട്ടിയോ അങ്ങനെയൊക്കെ മരണപ്പെടേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് ആ സമയത്ത് അവർ ശിവഭഗവാനെ ഓർക്കാത്തത് കൊണ്ടാവും അവർക്ക് അങ്ങനെ സംഭവിക്കും. ആ സമയത്ത് അവർ ഓർത്ത് ആ ശിവഭഗവാന്റെ ഓം നമ ശിവായ ആ മൃത്യുഞ്ജയ മന്ത്രം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു അകാല മരണത്തിന്റെ ആ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി എങ്കിലും അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ കൊടുക്കും. കാരണം അത്രയ്ക്കും മൃത്യുഞ്ജയനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അവർക്ക് മരണം സംഭവിക്കാതിരിക്കാം, എന്നാലും ആ ഓം നമ ശിവായ മന്ത്രം പറയുമ്പോൾ, ആ ഭഗവാന്റെ ആ മൃത്യുഞ്ജയ മന്ത്രം പറയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ആയുസ് നീട്ടിക്കിട്ടുന്നതായിരിക്കും, അവർക്ക് ആ ജീവിക്കാനുള്ളൊരിത് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്രയും നമുക്ക് പ്രധാനപ്പെട്ട, അത്രയും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഭഗവാനാണ് ശിവഭഗവാൻ. മറ്റേത് മന്ത്രം, ഹരേ കൃഷ്ണ മന്ത്രം പറയുന്നതിനോടൊപ്പം നമ്മൾ തീർച്ചയായിട്ടും ഓം നമ ശിവായ മന്ത്രവും പറയേണ്ടതാണ്. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളത് നോക്കാം കേട്ടോ. ഡ്രീം ഗേൾ, ട്രിവാൻഡ്രം ബ്രൈഡൽ സ്റ്റുഡിയോ, ചാർലറ്റ്, സുധീഷ്, പൈന മോഡൻ, മിസ്റ്റർ ബ്ലാക്ക്, രാജേഷ് രാജ്, സുഗീത സുമേഷ്, ഹരിത, ജനക്, ജക്കാൻ, വിനു, രേഖ, ഐശ്വര്യ, ലക്ഷ്മി പ്രിയ, ജക്കാൻ, നിതിൻ രൂപ് നോർ, അങ്ങനെയാണോ പേര്? ഹരികൃഷ്ണ. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇന്ന് വരുന്ന ഇതിൽ കുറച്ച് ഫോളോവേഴ്സ് കുറവുണ്ടെങ്കിലും സാരമില്ല. പക്ഷെ കുറച്ച് പേരെങ്കിലും വന്ന് അത്രയും പേരെങ്കിലും വരുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയും. അത്രയും പേരെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം. ഹര ഹര മഹാദേവ.